ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പൊരുതു, അവ സീസനുമായി പൊരുതു, അവ സ്വഗതികളിൽ പൊരുതു എന്നൊരു വാക്കുണ്ട്. മുമ്പേ ഞാൻ നമ്മുടെ നക്ഷത്രമണ്ഡലത്തിന്റെ ഒരു സർക്കുലർ വേർഷൻ, ഒരു പടം നിങ്ങളെ കാണിച്ചു. സമസ്വഭാവമുള്ള നക്ഷത്രങ്ങളെ തമ്മിൽ ശാസ്ത്രജ്ഞന്മാർ ചേർത്ത് വരച്ചു എന്ന് ഞാൻ പറഞ്ഞു. ഇതിന്റെ ആത്മാർത്ഥത്തിലേക്ക് മാറാൻ പോകുകയാണ്. വ്യത്യസ്ത നക്ഷത്രങ്ങളിൽ വ്യത്യസ്ത പാപചിന്തകൾ ഉളവാക്കുന്ന, വ്യത്യസ്ത പരീക്ഷകൾ കൊടുക്കുന്ന അശുദ്ധ ദൂതന്മാർ താമസമുണ്ട്. മദ്യപാനത്തിൻ്റെതാണെന്ന് ഒന്നെന്നിരിക്കട്ടെ, അതിലെ ഒരു നക്ഷത്രം കള്ളുണ്ടാക്കുന്നതായിരിക്കും, വേറൊരു നക്ഷത്രം ചാരായം ഉണ്ടാക്കുന്നതായിരിക്കും, മൂന്നാമതൊരു നക്ഷത്രം ഇനിയൊരു മദ്യം ഉണ്ടാക്കുന്നതായിരിക്കും. അത്തരം ദൂതന്മാർ താമസിക്കുന്ന സമസ്വഭാവമുള്ള ദൂതന്മാരാണ് അവരെ ഒരുമിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. വേറൊരു പുകവലിയുടേതായിരിക്കും, അതിലെ ഒരുത്തൻ ബീഡിയുടെ ആളായിരിക്കും, മറ്റൊരു സിഗരറ്റിന്റെ ആളായിരിക്കും, പിന്നെ മൂന്നാമതൊന്നിന്റെ ആളായിരിക്കും സമസ്വഭാവമുള്ളത്. ഇനി ഒരുത്തൻ ദുർനടപ്പിന്റെ ആളായിരിക്കും, പുറകോട്ട് തിരിഞ്ഞ് നോക്കിക്കുന്നതായിരിക്കും ഒരു ശക്തിയെങ്കിൽ, മുന്നോട്ട് നോക്കിക്കുന്നതായിരിക്കും വേറൊന്ന്, അരിതാത്തയെടുത്ത് കൈ നീട്ടി തൊടുന്നതായിരിക്കും നാലാമത്തേത്. ഒരേ തരത്തിലുള്ള പാപം ചെയ്യിക്കുന്ന ശക്തികൾ അന്യോന്യം ബന്ധമുള്ളവയെ തമ്മിൽ ചേർത്ത് വരച്ച ഒരു പടമാണ് ഇതല്ല. മുമ്പേ നമ്മൾ കണ്ടത് ഒന്ന്, ഇനി ഞാൻ വേറൊരെണ്ണം എടുത്ത് കാണിക്കാൻ പോകാറുണ്ട്. ഒരു നക്ഷത്രത്തിൽ പാർക്കുന്ന ദൂതന് വേറൊരു നക്ഷത്രത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ അവൻ അനുവദിക്കപ്പെട്ട വഴി കൂടെ പോകാനൊക്കത്തുള്ളൂ. ജഡ്ജസിനകത്ത് കൊടുത്തിരിക്കുന്നത് they go from their own highway. അവർക്ക് അനുവദിക്കപ്പെട്ട ഒരു ഹൈവേ ഉണ്ട്, തോന്നിയ വഴിയെ പോകാനൊക്കത്തില്ല. എതിനെയും കയറി ഇറങ്ങാവുന്നത് ഈ വീണുപോയ ദൂതനല്ല. ദൈവത്തിന് മാത്രമേ എവിടെയും യാത്ര ചെയ്യാനൊക്കത്തുള്ളൂ. ദൈവത്തിന് മാത്രം സ്ഥലപരിമിതിയില്ല, സമയപരിമിതിയില്ല. ദൈവമല്ലാത്ത ശക്തികൾക്ക് സ്ഥലപരിമിതിയുണ്ട്, സമയപരിമിതിയുണ്ട്. ശബരിമല അച്ചായനെ കാണണമെങ്കിൽ ശബരിമല പോകണം, പുള്ളിക്ക് ഇങ്ങോട്ട് വരാൻ ഒക്കത്തില്ല. ഇവിടെ അവധിയെടുത്ത് അവിടെ പോകണം. എടത്തുവായിലെ പുള്ളിയെ കാണാൻ എടത്തുവായി പോകണം, അതിന് ഇങ്ങോട്ട് വരാൻ ഒക്കത്തില്ല. പരിമലെ പുള്ളി പരിമലയിലിരിക്കും, അവിടെ നിന്ന് ഇറങ്ങാൻ ഒക്കുകയില്ല. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാണ് അവിടെ നടുവിലുണ്ട്. ദൈവത്തിന് റൂട്ടില്ല, ദൈവത്തിന് എതിരെയും പോകാം. കാര്യം ദൈവം സർവാധികാരിയാണ്. വീണുപോയ ശക്തികൾ കൂട്ടപ്പെട്ടവരാകയാൽ അനുവദിക്കപ്പെട്ട റൂട്ടിലും സമയത്തുമല്ലാതെ സ്ഥലത്തുമല്ലാതെ അവർക്ക് യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. ഒരു ദൈവത്തെ പ്രാർത്ഥിക്കണമെങ്കിൽ 11 മണിയായിരിക്കും അതിന്റെ മുഹൂർത്തം. വേറൊന്നിനെ പ്രാർത്ഥിക്കണമെങ്കിൽ 9:30 അതിന്റെ മുഹൂർത്തം. ആ നേരത്തെ പുള്ളിക്ക് വരാനൊക്കത്തുള്ളൂ. ഒരിടത്തെ പെരുന്നാൾ നടക്കണമെങ്കിൽ മകരമാസത്തിലായിരിക്കും, ഇനി ഒരിടത്തെ പെരുന്നാൾ നടക്കണേ കർക്കിടകത്തിലേ പറ്റത്തുള്ളൂ. ആ സമയത്തെ ആ ശക്തിക്ക് പ്രവർത്തിക്കുവാൻ അനുവാദമുള്ളൂ. എന്നാൽ ദൈവത്തിന് സമയ വ്യത്യാസമില്ല, എവിടെയും ദൈവത്തിന് പ്രവർത്തിക്കാം. ദൈവം എന്നാൽ എന്ത്? വീണുപോയ ശക്തികൾ എന്നാൽ എന്ത്? ആത്മയുദ്ധത്തിൽ മനുഷ്യനെ കളിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ കവർന്നു കളയുന്ന ഈ ദുഷ്ട വ്യാപാരത്തെ ഒന്ന് മനസ്സിലാക്കുകയായിരുന്നു ഞാൻ പ്രധാനമായും ഇതുവരെ കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനകത്തുള്ള ഒരു മാപ്പുണ്ട്, അതൊന്ന് എടുത്ത് കാണിക്കാമെങ്കിൽ. അതിനകത്ത് കുറെ ലൈനുകൾ മാർക്ക് ചെയ്യുന്നു. മന്ത്രവാദികൾ മാർക്ക് ചെയ്തത് എൻ്റെ അല്ല. ചൈനയിലെയും ആഫ്രിക്കയിലെയും കടുത്ത മന്ത്രവാദികൾ കൊണ്ടുവന്നിരിക്കുന്ന പടമാണ്. സമസ്വഭാവമുള്ള നക്ഷത്രങ്ങളെ മാർക്ക് ചെയ്തിരിക്കുക. ഇത് മന്ത്രവാദികളുടെ കാരണം. എന്നോടൊരാൾ പറഞ്ഞാൽ ഇതെല്ലാം കൂടെ നീ കൊണ്ട് നടന്ന ഒടുവിൽ നീ ഇതിന്റെ അടിയിലാകുമെന്ന്. ആകാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ചരിത്രങ്ങളോട് എന്ന പാടാ കാണാമെന്നും പറഞ്ഞുകൊണ്ടും ഒക്കെ ഞാൻ ഇന്ന് വരുന്നു. സമസ്വഭാവമുള്ള നക്ഷത്രങ്ങളെ ഇവിടെ തമ്മിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരുത്തൻ അങ്ങോട്ട് യാത്ര ചെയ്യണമെങ്കിൽ അനുവദിക്കപ്പെട്ട ഹൈവേ ആണ് ഈ കാണുന്നതിന് ഒരെണ്ണം. വേറൊരു ഹൈവേ കൂടെ അതിന് പോകാനൊക്കത്തില്ല, വേറൊരു വഴി അതിന് പോകാനൊക്കത്തില്ല. എന്റെ ദൈവം സർവ്വവ്യാപിയാണ്. ദുഷ്ടശക്തിക്ക് നിയമിക്കപ്പെട്ട ഇടങ്ങളുണ്ട്. അവരുടെ സഞ്ചാരത്തിന് ദൈവം അവധി വെച്ചു, സ്ഥലം പരിമിതി വെച്ചു. അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് ദൈവം പരിമിതി വെച്ചു. അതിന്റെ ആഗ്രഹം മനുഷ്യനെ പൊസസ് ചെയ്യണം. എൻ്റെ ശരീരത്തതിൻ്റെ ചിഹ്നം മതി, അതെന്നെ പൊസസ് ചെയ്യും. അതിന് ഒരളവിൽ എൻ്റെ വീട്ടിൽ അതിൻ്റെ ചിഹ്നം മതി, ഒരളവിൽ അത് പൊസസ് ചെയ്യും. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ചതിനാൽ തന്നെ ഞാൻ പൊസസ് ചെയ്യാൻ എല്ലാ സമയത്തും സാധിക്കും. ദൈവവും ദൈവം അല്ലാത്ത ശക്തികളും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ തൊടുന്നത്. ഞാൻ ഒരു കൊച്ചു എക്സാമ്പിളൂടെ പറഞ്ഞത് വ്യക്തമാക്കാം. രാജസ്ഥാൻ സ്വദേശിയായ ഒരു ബ്രാഹ്മണ കൊച്ചൻ ഒരിക്കൽ ബാംഗ്ലൂരിൽ വന്ന് ഒരു സാക്ഷി വന്നു.
ഒരു 20 വർഷമെങ്കിലുമായി. അവന് 30 വർഷം. അവന് ബാഡ്മീർ ഡിസ്ട്രിക്റ്റുകാരനാണ്. അവിടെ വിദ്യാഭ്യാസം തീരെ കുറവാണ്. രാജസ്ഥാനിലെ ബാഡ്മീരാണ് ഇന്ത്യയിലെ ഏറ്റവും മോശമായ വിദ്യാഭ്യാസ നിലവാരമുള്ള സ്ഥലം. ഈ ചെറുക്കൻ്റെ അപ്പന് കാശുള്ളത് കൊണ്ട് അവന് ഡൽഹിയിൽ വിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു അവധിയിൽ അവൻ വരുന്ന സമയത്ത് ബാഡ്മീറിലെ ഡിസ്ട്രിക്ട് കളക്ടറെ കണ്ട് എന്തോ ചില കാര്യം സാധിക്കാനുണ്ടായി. അവൻ കളക്ടറുടെ ഓഫീസിൽ പോയി ആ കാര്യം സാധിക്കുന്നു എന്ന് വില്ലേജുകാരൊക്കെ അറിഞ്ഞു. വില്ലേജുകാർക്ക് കളക്ടറെ കാണാൻ പേടിയാണ്, അതിലെങ്ങും പോകാൻ പേടിയാണ്. അതുകൊണ്ട് ഇതുപോലെ ആരെങ്കിലും പോകുമ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കുന്നു. ഒരാൾ വന്ന് പറഞ്ഞു, കഴിഞ്ഞ വറവിന് എൻ്റെ കുറേ വാഴകൾ നഷ്ടമായി പോയി. വറവില് കൃഷിനാശം സംഭവിച്ചവർക്ക് ഗവൺമെന്റ് ഒരു ഗ്രാൻഡ് കൊടുക്കും. ഞാനും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നൊന്നും അറിയത്തില്ല, ആപ്ലിക്കേഷൻ എന്തായി എന്ന് അന്വേഷിക്കണേ, അവനത് നോട്ട് ചെയ്യും. രണ്ടാമതൊരാൾ പറഞ്ഞ് എനിക്കൊരു വീട് പണിയാൻ വേണ്ടി 10 സിമെന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നൊന്നും അറിയില്ല, ആപ്ലിക്കേഷൻ എന്തായെന്ന് അന്വേഷിക്കണേ. ഇങ്ങനെ ഒരു 5-6 ആപ്ലിക്കേഷന്റെ കാര്യം കിട്ടി. ഇവരിതെല്ലാം കൂടെ കൊണ്ട് കളക്ടർ ഓഫീസിൽ പോയി. പോകുന്ന വഴിക്ക് കുഞ്ഞു ഓർത്തു, കളക്ടറെ നേരിട്ടങ്ങ് ശല്യപ്പെടുത്താതെ അതാത് ക്ലർക്കിനെ കണ്ട് കാര്യമെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യം കളക്ടറോട് പറഞ്ഞാൽ മതി, അതിന് പോകാം. ഇതൊക്കെ ഇങ്ങനെ താണ ലെവലിൽ ചോദിക്കാം. അദ്ദേഹം ഒരു ക്ലർക്കിനെ തപ്പി ചെന്ന് കിട്ടിയില്ല. ഇപ്പോൾ അങ്ങോട്ട് പോയി ചായ കുടിക്കാൻ പോയതാണ് ഒരുത്തം പറഞ്ഞു. അവിടെ ചെന്നവൻ പറഞ്ഞു, ആരും ചായ കുടിക്കാൻ ഇങ്ങോട്ട് പോയി തപ്പി നടക്കല്ല, ആളിനെ കിട്ടുകയില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു, ഓക്കെ അത് പോട്ടെ, ഇനി വാഴയുടെ ആളാരാ, വാഴ നഷ്ടപ്പെട്ടത്. അവനോട് നീ മുമ്പ് സിമെന്റിന്റെ കാര്യം ചോദിച്ചേ, അവനും പോയല്ലോ. ഉച്ച വരെ തപ്പി നടന്നതല്ലാതെ ഒറ്റ ക്ലർക്കിനെ കിട്ടിയില്ല. കാശ് കൊടുക്കാതെ ഇന്ത്യയിൽ നിന്ന് ഒരു ക്ലർക്കിനെ കാണാൻ കിട്ടിയില്ല. ഒരു ക്ലർക്കിനെയും കിട്ടുകയില്ല. ഒരു ഉച്ചയായപ്പോൾ അവനോട് ഇനി ആപ്ലിക്കേഷൻ ഇട്ടവർ അതിന്റെ പുറകെ പോയിട്ട് എന്നെ കൊണ്ട് ഒക്കുകയില്ല, എന്റെ കാര്യം കളക്ടറോട് പറയിച്ചങ്ങ് പോയത്. അപ്പോയിന്റ്മെന്റിന്റെ ടൈം ആയപ്പോൾ അവൻ കളക്ടറെ കയറി കണ്ടു. കളക്ടർ ഇരുത്തി കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഇനി വേറെ വല്ലതും ഉണ്ടോ? അവൻ പറഞ്ഞു, സാറേ എല്ലാത്തിനും കൂടെ സാറിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ടാണ് കാര്യം ഒത്തിരിയുണ്ട്. അതെന്തോ ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇത്രയും ആപ്ലിക്കേഷൻ ഇതിന് വന്നത് ഒത്തില്ല. അവന്റെ വാചകം. കളക്ടർ മേശപ്പുറത്തിരുന്ന ബെല്ലിലോട്ട് ഒന്ന് ഞെക്കി പിയൂണ് കയറി വന്നു. ഈ ലിസ്റ്റ് എടുത്ത് പിയൂണിന്റെ കൊടുത്ത് ഇത്രയും ക്ലർക്കുമാരും ഫയലും കൂടി കൊണ്ടുവരാൻ പറയാൻ പറ്റും. 5 മിനിറ്റിനകം സകല ക്ലർക്കന്മാരും സകല ഫയലും കൂടി ഇവിടെ. സകലത്തിന്റെയും ഡിസ്പോസൽ 15 മിനിറ്റിനകം ലഭിച്ചു. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ എവനോട് തന്നെ ഒരു ചോദ്യം. കളക്ടറെ പരിചയമുള്ള ഞാൻ ക്ലർക്കന്മാരുടെ പുറകെ നടന്ന് എന്നെ വേണ്ട തല്ല. എനിക്ക് കളക്ടറെ പരിചയമുണ്ട്, ഞാനെന്തിനാ ക്ലർക്കിന്റെ പുറകെ നടന്നു? അടുത്തൊരു ചിന്ത അവന്. അല്ല, കളക്ടർക്ക് എല്ലാ ഫയലിന്റെ പേരും അധികാരമുണ്ട്, ക്ലർക്കിന് ഓരോ ഫയലിന്റെ പേരും അധികാരമുണ്ട്. അവൻ പറഞ്ഞു, ഞങ്ങളെന്നും അങ്ങനെ വിദ്യ വേണ്ടപ്പോൾ ഒരു ദൈവം, ദീനം വരുമ്പം വേറൊരു ദൈവം, കുടുംബബന്ധം തകരുമ്പം ഇനി ഒരു പുള്ളി, എലി കയറുമ്പം വേറൊരു ദൈവം, ചാരി വരുമ്പം മറ്റൊരു ദൈവം. എടാ, ഇത് കളക്ടറാണോ അതോ ക്ലർക്കാണോ? ഇത് ഏതെങ്കിലും ഒന്ന് ദൈവമാണോ അതോ തീരെ താഴെയുള്ള ഗതികെട്ട ഏതാണ്ടാണോ? ഈ അഴുക്കിന്റെ പുറകെ മേലെ നടക്കാതെ ഇതിന്റെ മേളിൽ ഒരു അധികാരി കാണും. എനിക്ക് ആ അധികാരിയെ കാണും. ആ ഒറ്റ തീരുമാനമാണ് ഈ ദൈവം ഇതിലാക്കി മാറ്റുക. ആത്മയുദ്ധത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മൾ പോവുക. നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ഒരുപാട് ഏരിയയിൽ കൂടെ നമ്മൾ പോയത്. ഇനി പരിചയമുള്ള ഒരു ഏരിയയിലേക്ക് ഇറങ്ങാൻ പോകും. അബ്രഹാമിന്റെ സന്തതിയിലൂടെ യേശു ജനിക്കണമെന്ന ദൈവത്തിന്റെ പ്രമാണമായിരുന്നു. പിശാചിന് വീണ്ടും പേടിയായി, എന്റെ തല പോകുമോ? അത് പോകാതെ ഇരിക്കുവാൻ അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ അടുക്കൽ കൂടി അവളെ വന്ധ്യയാക്കി. എവിടെ എന്റെ തല തകർക്കുന്നവൻ? ഇതിനകത്തിരിക്കുന്ന ആത്മീയരിൽ ചിലരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ നിങ്ങളുടെ ശരീരസ്ഥിതി വഷളാക്കുന്ന, രോഗികളാക്കുന്ന, ബലഹീനരാക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് മറക്കരുത്. അബ്രഹാമിനോട് ദൈവത്തിന് കരുണ തോന്നി സാറയുടെ ഗർഭപാത്രം തുറന്നു. ഇസഹാക്കിനും അത് തന്നെ പറ്റി. ദൈവം അവളുടെ ഗർഭപാത്രം തുറന്നു. എന്തിന്? യാക്കോബിന്റെ സ്വഭാവം വഷളാക്കി ദൈവം അവനെ യാബോക്ക് കടവിന്റെ തീരത്തിട്ട് പിടിച്ച് സ്വഭാവം മാറ്റിയെടുക്കുവാൻ, മേലാൽ നിനക്ക് യാക്കോബ് എന്ന് വിളിച്ചേക്കരുത്, നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് മാറ്റി. ഇസ്രായേൽ അംഗസംഖ്യയിൽ വർദ്ധിച്ചതോടെ പിശാച് അവനെ ഉപദ്രവിച്ചു. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ മദ്യപിച്ച് ചാഞ്ചാടി മേശകൾ ശക്തി കൊണ്ട് വഷളാകുന്ന സാഹചര്യം വരെ ഇസ്രായേൽ തകർന്നു. എവിടെ എന്റെ തല തകർക്കുന്നവനെന്ന ചോദ്യം 1000 വർഷങ്ങളാക്കി പിശാച് ഉന്നയിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം മറിയ എന്ന കന്യകയുടെ അടുക്കൽ ഹെബ്രിയേൽ എന്ന മാലാഖ എത്തി. ഒരൊറ്റ വിളി വിളിച്ചു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഏതെങ്കിലും വിളിച്ചു പറഞ്ഞ സ്ത്രീയുടെ സന്തതി നിന്നിലൂടെ ആയിരിക്കും വെളിയിൽ വരുന്നത്. നിനക്കൊരു മകൻ ജനിക്കും, അവൻ യേശു എന്ന് പേർ വിടയണം. പക്ഷെ മറിയെ മറക്കരുതാത്ത ഒരു കാര്യം, ഞങ്ങൾക്ക് ഭയങ്കര സ്പീഡിൽ പോകാം. മറിയെ മറക്കരുതാത്ത ഒരു കാര്യം, ഇന്നു മുതൽ നിനക്ക് ഒറ്റയ്ക്ക് മറക്കാൻ ഒക്കത്തില്ല.
ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. മറിയേ, ഏദൻ തോട്ടത്തിൽ മുതൽ ദൈവപുത്രന്റെ ജനനത്തെ തടുത്തുകൊണ്ട് അറിയപ്പെടുന്ന സകല മാധ്യമങ്ങളിലൂടെ അടുത്തവനായ പിശാച് ചിഹ്നങ്ങൾ കൊണ്ടുവന്നതുണ്ട്, ആഹാര ക്രമീകരണങ്ങളുണ്ട്, മ്ലേച്ഛമായത് ഭക്ഷിപ്പിച്ച കേസുണ്ട്, അരുതാത്തടത്ത് വിട്ട കേസുണ്ട്, പാവങ്ങൾ പലത് ചെയ്യിച്ചിട്ടുണ്ട്. ഈ എല്ലാ മണ്ഡലങ്ങളിലും എതിർത്ത പിശാച് ഇപ്പോൾ മുതൽ നിന്നെ ആയിരിക്കും എയിം ചെയ്യുന്നത്. കാരണം നിന്നെ തകർത്താൽ നിന്നിൽ ഇത് ജനിക്കേണ്ട കുഞ്ഞില്ലാതാകും. ലണ്ടൻ പട്ടണത്തിൽ അല്ല, യൂറോപ്പിന്റെ ചുറ്റുവട്ടങ്ങളിൽ ദൈവം തിരഞ്ഞെടുത്ത സഭകളെ നിങ്ങളെയായിരിക്കും നോക്കുന്നത്. നിങ്ങളെ തകർത്താൽ നിങ്ങളിലൂടെ ജനിക്കുവാനുള്ള ആത്മീക സംഗതികളെ ഇല്ലാതെയാക്കുവാൻ കഴിയും. മറിയേ, നിനക്കൊരു കാര്യം വേണം. നിനക്ക് നീ ഒറ്റയ്ക്ക് വാർക്കാൻ ഒക്കത്തില്ല. നീ ഒറ്റയ്ക്ക് വാർത്താൽ നിന്നെ ശത്രു തകർത്ത് കളയും. അതുകൊണ്ട് എഴുന്നേക്ക്, മലനാട്ടിൽ പോ. നിനക്ക് കൂട്ടായ്മ തരുവാൻ ഒരൊറ്റ വ്യക്തിയെ ഇന്ന് ഭൂമിയിലുള്ളൂ. അതാണ് എലിസബത്ത്. എഴുന്നേറ്റ് എലിസബത്തിന്റെ അടുത്ത് പോ. ഈ എലിസബത്തിനൊരു വേറൊരു പ്രശ്നമുണ്ട്, വേറൊരു സൈഡാണ്. എലിസബത്തിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പ്രായാധിക്യത്തിലായ ശേഷം ഗർഭിണിയായി എന്നാണ് ചരിത്രം പറയുന്നത്. അമ്മച്ചിക്ക് 85 വയസ്സുണ്ടായിരുന്നു. 85-ാം വയസ്സിലാണ് ഗർഭിണിയാകുന്നത്. 15-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞതാണ്. 70 കൊല്ലം പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിന് വേണ്ടി 70 കൊല്ലം കഴിഞ്ഞ് അത് അമ്പലം പ്രസാദിച്ചത്. 85-ാം വയസ്സിൽ അവൾ ഗർഭിണിയായി. മലയാള പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അവൾ ഗർഭിണിയെന്നറിഞ്ഞു. അടുത്ത വാചകം ആരെയും ഓർക്കുന്നുണ്ടോ? 5 മാസം ഒളിച്ചു പാർത്തുന്നു. അതെന്തിനാന്ന് അറിയുന്നു. എല്ലാവർക്കും ചായ കൊടുക്കാറായി. എനിക്ക് 5 മിനിറ്റ് കൊടുക്കും. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതങ്ങ് ക്ലോസ് ചെയ്യും. എലിസബത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എലിസബത്ത് ഗർഭിണിയായി 5 മാസം ഒളിച്ചു പാർത്തു. അത് കഴിഞ്ഞപ്പോൾ ദൂതൻ എന്ന് പറയുകയാണ് എലിസബത്തിന് ഇത് 6-ാം മാസം. അങ്ങനെയാണെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടാണ് ഒളിക്കാൻ പോയത്. ആദ്യത്തെ 1 മാസം ഒളിച്ചില്ല. ആ 1 മാസം കഴിഞ്ഞാണ് അവൾ പോയി ഒളിച്ചത്. എന്തിന് ഒളിച്ചു? ചരിത്രത്തിൽ നിന്ന് മാത്രം. ഈ ചരിത്രം ആകെപ്പാടെ TDH പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ, വേറെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇസ്രായേലിൽ ഒരു കഷ്ടം ഉണ്ടായിരുന്നു. ആരെങ്കിലും പ്രിയപ്പെട്ട ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് അറിഞ്ഞാൽ, അതിന്റെ ചിഹ്നങ്ങൾ ലഭിച്ചു എന്നറിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എല്ലാവരും ബന്ധപ്പെട്ടവരെല്ലാം കൊണ്ടുപോകും. എലിസബത്തിനും സക്കറിയ പുരോഹിതനും ഒരു കുഞ്ഞുണ്ടാകണമെന്നുള്ളത് ഇസ്രായേലിന്റെ കൊതിയാണ്. കാര്യം ബാക്കി പുരോഹിതന്മാരെല്ലാം കള്ളു കുടിച്ച് ആടി നടക്കുന്നതാണ്. അവരുടെ മക്കളിൽ ഒരുത്തൻ അടുത്ത പുരോഹിതനായാൽ ഉള്ള സഭ കൂടെ തീർന്നു. ആകപ്പാടെ ഭക്തിയിൽ ജീവിക്കുന്ന ഒറ്റ പുരോഹിതനും കുടുംബമേ ഉള്ളൂ. അതാണ് സക്കറിയാവും എലിസബത്തും. ഇവർക്കൊരു കുഞ്ഞുണ്ടായാൽ അടുത്തൊരു പുരോഹിതനുണ്ട്. ഇസ്രായേലിന് ഭാവിയുണ്ട്. ആ നോട്ടത്തിൽ മുഴുവൻ ഇസ്രായേൽ കഴിഞ്ഞ 70 കൊല്ലം പ്രാർത്ഥിക്കുക. ഇവർ രണ്ടും പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് കണ്ട ഉടനെ എങ്ങനെയാ അവർ കണ്ടത്? ദേവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അങ്ങോട്ട് വാചാലമായി സംസാരിച്ചുകൊണ്ട് കയറിപ്പോയ സക്കറിയ പുരോഹിതൻ കൈക്രിയം കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നേ. ഇത് കണ്ടപ്പോഴേ അവർക്ക് പിടികിട്ടി ഏതാണ്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു ദൂതനുമായി കണ്ടതാ, സംഭവം ഇതാ, എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുകയാ. ഓ, എലിസബത്ത് അതോടുകൂടെ പറഞ്ഞു, വിശേഷം പറയാനുണ്ട്, ഞാൻ ഗർഭിണിയായി. മുഴുവൻ ഇസ്രായേലും അവർക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു. പൂച്ചെണ്ട് കൊടുത്തവർ കാണുമായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ബിരിയാണി കൊടുത്തവരും കാണും. എന്തേലും 10 രൂപ കൊടുത്തവരും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോൾ ഗർഭിണികൾക്ക് കാണേണ്ട യാതൊരു ലക്ഷണവും അമ്മച്ചിക്കില്ല. അമ്മച്ചി കുതിര പോലെ ചാടി നിൽക്കുക. അപ്പൊ ഈ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തവർ തമ്മിൽ പറഞ്ഞു, എടാ കിളവി നമ്മളെ കളിപ്പിച്ചതാണ്. അല്ലെങ്കിൽ 75 വയസ്സുള്ള കിളവിക്ക് കൊച്ചുണ്ടായി എന്ന് പറഞ്ഞാൽ കാള വെച്ചത് കേട്ട കയറെടുക്കുന്ന നമ്മളെ കണ്ടെത്തല്ല. ഇവളെ കളിപ്പിച്ചല്ലോടാ, നമ്മളെ കളിപ്പിച്ച് ഗിഫ്റ്റ് വാങ്ങിച്ചതാണ്. എന്നാൽ 2 കൊടുത്തേ ഉള്ളൂ. ഓരോരുത്തരും വന്ന് ചീത്ത പറയും. അപ്പച്ചൻ പൊട്ടന, അപ്പച്ചൻ മാറിയിരിക്കുള്ളൂ, അനങ്ങാൻ വരത്തില്ല. അമ്മച്ചി വേണ്ടി മുഴുവൻ ഫേസ് ചെയ്യാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അമ്മച്ചി കഥ കടച്ചു, ഒളിച്ചിരുന്നു 5 മാസം. അകത്തൊരനക്കമില്ല. കുഞ്ഞുണ്ടെന്ന് പറയുവാൻ യാതൊരു തെളിവുമില്ല. ശബ്ദമില്ല, തലവേദനയില്ല. അമ്മച്ചിക്ക് യാതൊരു ലക്ഷണവുമില്ല. അമ്മച്ചിയുടെ അകത്തൊരു വിശ്വാസമുണ്ട്, എൻ്റെ അകത്തൊരു കുഞ്ഞുണ്ട്. എന്നെ ആരെയും കണ്ടുപോയാൽ അവരെന്നെ അപമാനിക്കും. ഇതിനകത്തിരിക്കുന്ന പലർക്കും അറിയാം, എനിക്കൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങളെ കണ്ടാൽ ബാക്കിയുള്ളവർ അപമാനിക്കും. കാണിക്കാൻ നിങ്ങളിലൊന്നുമില്ല. അതായത് ഇവരുടെ സ്ഥിതി. കണ്ടാൽ മനുഷ്യൻ കളിയാക്കും. അതുകൊണ്ട് ഒളിച്ചിരിക്കുക. 5 മാസം ഒളിച്ചു പാർത്തു. അന്നേരത്താണ് മറിയയോട് ദൂതൻ പറയുന്നത്, നീ അങ്ങോട്ട് കയറിച്ചല്ല. മറിയ ചെന്നു. സാധാരണഗതിയിൽ കഥകളിൽ മുട്ടി. അമ്മച്ചി തുറക്കത്തില്ല. ആരുടെ ചീത്ത പറയാൻ വന്നതാ. അവർ വെളിയിൽ നിന്ന് 5 വാക്ക് പറയാൻ ചെന്ന് പോക്കോട്ടെ, തുറന്നിട്ട് എന്നോട് പറയണ്ട. അമ്മച്ചി പോവില്ല.
എല്ലാവരും 10 മിനിറ്റ് മുട്ടിയേച്ച് തെറി പറയാൻ ഞാൻ നോക്കോളും. ഈ പെണ്ണ് പോകുന്നില്ല, കാര്യം ഇവളെ ദൂതം പറഞ്ഞു വിട്ടതാ. ഒറ്റ കുടുംബത്തിലെ മറിയയ്ക്ക് 15 വയസ്സ്, അമ്മച്ചിക്ക് 75 വയസ്സ്, 60 വയസ്സിന്റെ വ്യത്യാസമുണ്ട്, പ്രായ വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. രണ്ട് മുട്ടി 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 ശല്യം പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ രണ്ട് തിരിച്ചും പറയാൻ അമ്മച്ചി ഇറങ്ങി വന്നു. ഇവരുടെ കടൽ തുറക്കുകയും കണ്ടത് സ്വന്തം വീട്ടിലെ കൊച്ചനിയത്തിമാരിൽ ഒരെണ്ണമാണ്. പക്ഷേ ഈ മറിയെ കാണുകയും കഴിഞ്ഞ 6 മാസമായി ലക്ഷണമില്ലാതെ അനക്കമില്ലാതെ കിടന്ന അകത്തെ സ്വപ്നം ഒറ്റ ചാട്ടമാണ്. ഇതുവരെ വന്നവർ സ്വപ്നം കൊല്ലികളായിരുന്നെങ്കിൽ, ദർശനം കൊല്ലികളായിരുന്നെങ്കിൽ, കൽപ്പനയുമായി വന്നവൾ ദർശനം ജീവിപ്പിക്കുന്നവളാണ്. എന്നെ ദൈവം എവിടെയെങ്കിലും അയച്ചാൽ ദർശനം കൊല്ലാനല്ല അയക്കുന്നത്, ദർശനം ജീവിപ്പിക്കാനാണ്. നിങ്ങളെ ദൈവം എവിടെയെങ്കിലും അയച്ചാൽ ദർശനം ജീവിപ്പിക്കുന്നവരാകാം. മറിയയും എലിസബത്തും തമ്മിൽ കണ്ടു. അവർ ഒരുമിച്ച് മാത്രമേ പറ്റൂ. കാര്യം ഈ പൈതൽ വളരണമെങ്കിൽ ഒരു ആത്മീയ അനുഭവം വേണം. ഇന്ന് എന്റെ ഹൃദയത്തിൽ യേശു ഉരുവായി എന്നുള്ള ദൈവപൈതലെ ഇത് വളരണമെങ്കിൽ, ഇല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നോക്കി നടന്ന സാത്താൻ നശിപ്പിച്ചു കളയും. അത് വരാതിരിക്കണമെങ്കിൽ ഒരു വിശുദ്ധ കൂട്ടായ്മയും ആത്മീയ ബന്ധവും വേണം. യേശു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അതിനെ കൊന്നുകളവാൻ പിശാച് തീരുമാനിച്ചു. ജനിക്കുവാൻ ഇടമില്ല, കിടത്തുവാൻ ഇടമില്ല. പക്ഷെ തമ്പുരാൻ വളർത്തി. കുറച്ചു കഴിഞ്ഞു 2 വയസ്സിന് താഴെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ ചക്രവർത്തി ഉത്തരവിട്ടു. കൊച്ചിനെ കൊല്ലാൻ പിശാചെടുക്കുന്ന മേഖല തമ്പുരാൻ വളർത്തി. യേശു വളർന്നു വരുമ്പോൾ സ്വഭാവദോഷങ്ങളെ ജയിച്ചു. അത് പറഞ്ഞു പോയേ പറ്റത്തുള്ളൂ. യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി. അഹങ്കാരം എന്ന ശക്തിയെ യേശു ജീവകാലത്ത് കാൽ കീഴെ ചവിട്ടി. അനുസരണക്കേടിന്റെ ശക്തിയെ കാൽ കീഴെ ചവിട്ടി. ജീവിതത്തിൽ പിശാചിന്റെ പ്രവൃത്തികളെ തകർത്തു. 30-ാം വയസ്സ് വരെ. 30-ാമത്തെ വയസ്സിൽ യേശു സ്നാനമേക്കാൻ പോകുകയാണ്. ഞാൻ ഇത് പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിൽ പച്ചക്കറി വാങ്ങിക്കാൻ ഞാൻ കടയിൽ പോയിട്ട് എങ്ങനെയായാലും 15 വർഷമായിട്ടുണ്ട്. ഞാൻ പോകത്തില്ല, എൻ്റെ ഭാര്യ പോകത്തില്ല. നേരമില്ല, അതുകൊണ്ടാണ് നേരമില്ലാത്തതുകൊണ്ട്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ പച്ചക്കറി കൂട്ടത്തില്ലെന്നല്ല. വല്ല മീറ്റിങ്ങിന് പോയിച്ച് വരുന്ന കൂട്ടത്തിൽ ഇതും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരും. നിങ്ങൾ മിക്കവാറും അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളൊക്കെ ബിസി ആയിട്ട് ജീവിക്കുന്നത്. വല്ല വീട് വിസിറ്റ് ചെയ്തിട്ട് വരുമ്പോഴോ വല്ല മീറ്റിംഗ് കഴിഞ്ഞേച്ച് വരുമ്പോഴോ എവിടെയെങ്കിലും ഫ്രീ കിട്ടുന്ന സമയത്ത് കൂട്ടത്തിൽ വാങ്ങിക്കും. അതിനു വേണ്ടി മാർക്കറ്റിൽ പോകത്തില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അതെങ്ങാണ്ട് പോയ കൂട്ടത്തിൽ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതല്ല, അതിന് തന്നെ പോയത്. യേശു സ്നാനപ്പെട്ടത് എങ്ങാണ്ട് പോയ കൂട്ടത്തിൽ മുങ്ങിയേച്ച് പോരുന്നതല്ല, സ്നാനപ്പെടാൻ വേണ്ടി പോയത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്ത് ദൂരമാണ് യേശു നടന്നറിയാമോ? 60 മൈൽ വൺ വേ. ഗലീലയിൽ നിന്ന് യോർദാൻ വരെ 60 മൈൽ വൺ വേ നടന്നു പോകുക യേശു. യേശു ഇത്ര സമയം അങ്ങേക്ക് മിച്ചമുണ്ടോ? 3.5 കൊല്ലം കൊണ്ട് വേല തികയ്ക്കേണ്ട അങ്ങ് എന്നെ ഈ നടക്കുന്ന മോനെ സകലതിനേക്കാളും പ്രധാനമായ ഒരു മഹാകാര്യം ചെയ്യാൻ പോവുക, സ്നാനപ്പെടാൻ പോവുക. ഇത് പോകുന്ന വഴിക്ക് നടക്കുന്നതല്ല, അതിനുവേണ്ടി പോയേ പറ്റൂ. എന്റെ യേശു, ദൈവപുത്രനാകുന്ന യേശു 60 മൈൽ വൺ വേ നടന്ന് യോർദാനിലെത്തി. യോർദാനിൽ എത്തുമ്പോൾ യോർദാന്റെ കരയിൽ നിൽക്കുന്ന ആത്മനേതാക്കൾ, പരീശന്മാരും ന്യായശാസ്ത്രികളും. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ വായിച്ചാൽ കാണാം. പരീശന്മാരും ന്യായശാസ്ത്രികളും കരയ്ക്ക് നിൽപ്പുണ്ട്. അവരവിടെ നിന്നോട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആലോചന അല്ലെങ്കിൽ ഈ സ്നാനം തങ്ങൾക്ക് തന്നെ വൃഥാവാക്കിക്കളഞ്ഞു. യുവമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുമ്മാതാ, വെറുതെയാ, ചുമ്മാതാ, കളിപ്പീരാടാ, വെറുതെയാടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക യുവമാര്. ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് യേശു വരുന്നത്. പക്ഷെ യേശു യുവമാരോട് പ്രതികരിക്കാൻ പോയില്ല, നേരെ കടലിലേക്ക് നടന്നിറങ്ങി. അതിന്റെ അർത്ഥം ഈ കേട്ട ശബ്ദം പ്രോത്സാഹനമായിരുന്നല്ല, അത് തളർത്തുന്ന ശബ്ദമായിരുന്നു. യേശു ഈ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ നേരെ യോർദാനിലേക്ക് നടന്നിറങ്ങി. അവിടെ ചെന്നപ്പോഴാണ് യോഹന്നാൻ വിളിക്കുന്നത്, അരികെ അങ്ങയാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആവശ്യം, അങ്ങ് എന്റെ അടുക്കൽ വരരുത്. യേശു യോഹന്നാനിൽ നിന്ന് കേട്ട ശബ്ദം തളർത്തുന്ന ശബ്ദമല്ല, തകർക്കുന്ന ശബ്ദം. യേശു യോഹന്നാനോട് ഒരു മറുപടി പറഞ്ഞു. യോഹന്നാനെ, ഇപ്പൊ ഇങ്ങനെ സകല നീതി നിവർത്തിക്കേണ്ടത് ഇപ്പോൾ സമ്മതിക്കാം. സകല നീതി നിവർത്തിക്കുന്നത് നമുക്കുചിതം. ഞാൻ എന്റെ ഭാഷയിലോട്ട് പറയാം. യോഹന്നാനെ, ആ കരയിൽ നിൽക്കുന്ന പരീശം വർത്താനം പറയുന്നവരെ പറയാടാ, അവനിത് വെറുതെയാ. നീ ദൈവത്താൽ അയക്കപ്പെട്ടവനും ഞാൻ ദൈവത്തിന്റെ പുത്രനുമാ. അവനിത് വൃഥാവാ, നമുക്കിത് ഉചിതമാ. സമ്മതിക്ക് യോഹന്നാനെ, നീ പരീശൻ അല്ലടാ, നീ ന്യായശാസ്ത്രി അല്ലടാ,
ഞാനതല്ലടാ, ഞാൻ ദൈവത്തിന്റെ പുത്രനും നീ ദൈവത്താൽ അയക്കപ്പെട്ടവനുമാകയാൽ അവരിത് വൃഥാവെങ്കിലും നമുക്ക് ഉചിതമാണ്, അതുകൊണ്ട് സമ്മതിക്കുക. അങ്ങനെ യോഹന്നാൻ സമ്മതിച്ചു. യേശു വെള്ളത്തിൽ മുങ്ങി സ്നാനമേറ്റു പോകുകയും ആത്മാവ് തന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇനി ഞാൻ തൊടുന്നില്ല, ഒക്കത്തില്ലതുകൊണ്ട്. ആ ശബ്ദത്തെ കുറിച്ചാണ് പിന്നത്തേത് യേശു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരു യഹൂദ ചരിത്രത്തോട് ചേർത്താണ് അത് ഇന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഒരു പിതാവ് പുത്രന്റെ കയ്യിൽ അധികാരം കൈമാറുവാൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നായിരുന്നു അന്നത്തെ യഹൂദ സമൂഹത്തിൽ യേശു അതാ വിളിച്ചു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആ അധികാരവുമായി യേശു 40 ദിവസം ഉപവസിക്കാൻ പോയി. യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് പറയുന്നവർ തന്നെ ഉപവസിക്കരുതെന്ന് പഠിപ്പിക്കുന്ന മഹാഭാവികളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. യേശു 40 രാപകലുകൾ പോയി ഉപവസിച്ചു. ഉപവസിച്ചു കഴിഞ്ഞ ശേഷം സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനായി ദൈവം അയച്ചു. ലൂസിഫറുമായി യേശു തന്നെ അവിടെ ഏറ്റുമുട്ടി. അവൻ ആരംഭത്തിൽ തുടങ്ങിയതാണ് ആത്മയുദ്ധമായി ഇപ്പോഴും ഞാൻ തൊടുന്നത്. ലൂസിഫറുമായി അവിടെ യേശു ഏറ്റുമുട്ടി. ലൂസിഫർ യേശുവിനോട് പറഞ്ഞു, ഈ കിടക്കുന്ന കല്ല് മുഴുവനും അപ്പമാകാൻ പറ, നീ ദൈവപുത്രനാകയാൽ അത് സംഭവിക്കും. സാത്താൻ നമ്മളെ കളിപ്പിക്കുന്ന പകുതി കള്ളവും പകുതി നേരും കൂടെ ചേർത്ത് പറഞ്ഞാൽ അതറിയാമോ? അവൻ പകുതി സത്യം ഇപ്പോഴും വരും. നമ്മുടെ എല്ലാ അടുക്ക വന്ന പകുതി സത്യമേ പറയത്തുള്ളൂ. വേദപുസ്തകത്തിൽ നിന്ന് വാക്യം എടുത്ത് കൈത്തിൽ തന്റെ പകുതി സത്യം വന്ന് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ കല്ലപ്പമാകാൻ പറ. യേശു പറഞ്ഞടാ പിശാചേ, നീ പറഞ്ഞത് സത്യമാണ്, പക്ഷെ പകുതിയേ ആയിരുന്നു. മറ്റേ പകുതി ഞാൻ പറയാം. മനുഷ്യൻ അപ്പം കൊണ്ട് തന്നെയല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കണമെന്ന് മറ്റേ സത്യം നീ എന്തിനാണ് മറച്ചത്? പോടാ, അവൻ പോവില്ല കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞാൽ അവൻ പോവില്ല. അവൻ പിന്നെയും വന്നു, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാട്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ നിന്റെ കൈകളിൽ കാത്തുകൊള്ളുമെന്ന് എഴുതിയിട്ടുണ്ട്. ശരിയാടാ പറഞ്ഞത്, അതുപോലെ സത്യമാണ്. എടാ മറ്റേ പകുതി നീ പറഞ്ഞില്ലടാ, നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് നമ്മൾ എഴുതിയിട്ടുണ്ടോ? പോടാ. അവൻ പോയില്ല, അവൻ പിന്നെയും വന്നു. ഈ ഭൂമി മുഴുവൻ യേശുവിനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് മുഴുവനും എന്റേതാ. അല്ലെന്ന് യേശു പറഞ്ഞില്ല. യേശുവിനും അറിയാം ഉണ്ടാക്കിയ രണ്ടുപേർക്ക്. അല്ലെന്ന് യേശു പറഞ്ഞില്ല, ഈ ഭൂമി മുഴുവനും എന്റേതാ. ഇവിടെ മുതൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചു, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇത് നിന്റേതാവും. നീ ക്രൂശിൽ കയറുകയും ചാടുകയൊന്നും വേണ്ട, വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. എന്റെ ഭാഷയിലോട്ട് ഇറങ്ങിയാൽ എന്റെ ചിഹ്നങ്ങൾ നിന്റെ കയ്യിൽ കണ്ടാൽ മതി, എന്റെ സ്വഭാവം നിന്റെ കയ്യിൽ കണ്ടാൽ മതി. വീണ് എന്നെ ഒന്ന് വണങ്ങ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഒരു കള്ളയൊപ്പിട്ടാൽ പ്രൊമോഷൻ തരാമടാ. എടാ 2 കള്ളം പറഞ്ഞാൽ വീസ എക്സ്റ്റെൻഡ് തരാമടാ. എന്റെ മുമ്പിൽ മുട്ടുകുത്തടാ, ഞാൻ നിനക്ക് വിട്ടു തന്നേക്കാൻ. യേശു അവിടെ ആയപ്പോൾ പ്രതികരിച്ചു പറഞ്ഞു, Get behind me, Satan. ആ പദം പല തർജ്ജമകളിലും അതുപോലെ അല്ല ചെയ്തിരിക്കുന്നത്. സാത്താനെ എന്നെ വിട്ടുപോന്നൊക്കെ മലയാളത്തിൽ. നോ, അതല്ല പദം. Get behind me, Satan. പിശാചേ, നിന്റെ മുമ്പിൽ മുട്ടുകുത്തിയേച്ച് ഒന്നും എടുക്കാനല്ല ഞാൻ വന്നത്, നിന്നെ മുട്ടുകുത്തിച്ചേച്ച് തിരിച്ചു പിടിക്കണം. ലണ്ടൻ പട്ടണത്തിൽ സുവിശേഷങ്ങൾ ചെയ്യാൻ പിശാചിന്റെ മുമ്പിൽ മുട്ടുകുത്തണ്ട, അവനെ മുട്ടുകുത്തിച്ചേച്ച് തിരിച്ചു പിടിക്കും. ഞാൻ ഈ മുട്ടുകുത്തുന്ന തിരിച്ചു പിടിക്കുന്നതിന് ഒരു കൊച്ചുദാഹരണം പറയാൻ പോവാം, ഒന്നും തോന്നരുത്. ബാംഗ്ലൂരിൽ ഒരിക്കൽ ഹൈന്ദവരെ യേശുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗിവ് ദ ഗോസ്പലിന്റെ ഇന്ത്യൻ കപ്പ്. തത്വമെന്നറിയാമോ? ഇന്ത്യൻ സ്വഭാവത്തിൽ സുവിശേഷം കൊടുക്കുക എന്നൊരാശയം വന്നു. ആ ഏത് കരുത്താൻ കൊണ്ടുവന്നത് എനിക്കറിയത്തില്ല, ഒത്തിരി പേര് അംഗീകരിച്ചു. അന്ന് വരെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ മീറ്റിംഗ് നടത്തുമ്പോൾ തയ്യ ചരിത്രം ബാംഗ്ലൂരിലില്ല, അന്ന് വരെ ഇല്ല. അന്ന് അവര് യേശുവിന്റെ രൂപത്തിന്റെ മേളിൽ പകടി വെച്ചു. സാധാരണയാക്കി യേശു കന്യാമറിയാമിന്റെ രൂപം വെച്ചത്തെ സാരി ഉടിപ്പിച്ചു. ഇന്ത്യൻ കപ്പ് ആ വർഷം മുതൽ ഹിന്ദു ക്രിസ്ത്യാനിക്കിട്ട് നല്ലതാണ്. ഇപ്പൊ എന്തായാലും ഇനി പിടിക്കും ഇന്ത്യൻ കപ്പിലോട്ട് കൊടുത്തത്. എടാ മോനെ, മറ്റവന്റെ ഒരു സൈനും കൂടെ നിന്റെ മേൽ വന്നതോടെ തേടാ ഒന്നുകൂടെ പിടിച്ചു. അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയാ കിട്ടത്തില്ല, അവനെ മുട്ടുകുത്തിച്ചു പിടിക്കുകയാണ്. ഞാൻ നിന്റെ കൂടെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ ഒരുത്തനും സഭാ വളർച്ച നടത്തിയിട്ടില്ല. നെവർ. അവനോട് എതിർത്ത് അവനെ ജയിച്ചിട്ടുള്ളൂ. പിശാചിനോട് എതിർത്ത് നിൽക്ക്, അവൻ നിങ്ങളെ വിട്ടോടിപ്പോ. അവന് പറയാനുള്ളത് എന്റെ മുമ്പിൽ മുട്ടുകുത്ത്. യേശു പറഞ്ഞ Get behind me, Satan. നിന്നെ മുട്ടുകുത്തിച്ചേച്ച് നിന്റെ ഇരിക്കുന്ന പിടിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ ദൈവത്തിന്റെ യേശുവിന്റെ ഒരു പ്രത്യേകത, യേശു ഒറ്റയ്ക്ക് ഒരു കാലത്ത് ഒരു കാര്യവും ചെയ്യത്തില്ല.
യേശുവിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു കൂട്ടം അഭിഷക്തന്മാർ തന്റെ കൂടെ വേണം. ഞാനിതൊക്കെ സൂപ്പർസോണിക് സ്പീഡിലാണ് പോകുന്നത്. മിസ്രൈമിൽ ചെന്ന് ജനത്തെ വിടുവിക്കുവാൻ ദൈവപുത്രന് വഴി അറിയാമെങ്കിലും മോശെ മാത്രമേ വിടത്തുള്ളൂ, ദൈവം നേരിട്ട് പോകത്തില്ല. ബാബേലിൽ ചെന്ന് ജനത്തെ വിടുവിക്കേണ്ടതിന് ദൈവത്തിന് കഴിയുമെങ്കിലും ഒരു ദാനിയേലിനെ അവിടെ അയക്കത്തുള്ളൂ. എസ്തറിനെ കൊണ്ട് മാത്രമേ കൊട്ടാരത്തിലെ ഹാമാനെ പിടിക്കത്തുള്ളൂ, ദൈവം നേരിട്ട് ചെയ്യത്തില്ല. ദൈവം ഒരിക്കലും നേരിട്ടൊരു പണി ചെയ്യത്തില്ല. ഇവിടെ ഒരു കുടുംബത്തിൽ കയറി സുവിശേഷം പറയാൻ ദൈവം പോകത്തില്ല, നിങ്ങളിൽ ഒരാളിനെ അഭിഷേകം ചെയ്യത്തുള്ളൂ. ദൈവം യേശു സാത്താനോട് പറഞ്ഞു, നിങ്ങളാ പുറകിലോട്ട് മാറുന്നില്ലേ, ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. എന്റെ ഭാഷയിൽ സ്റ്റാൻഡ് ബൈ, സ്റ്റാൻഡ് ബൈ. എടാ, ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് നിന്നെ മുട്ടുകുത്തിക്കാൻ. വരുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ അഭിഷേകവുമായി ഞാൻ ചിലരെ ഇങ്ങോട്ട് അയക്കാൻ പോവുകയാണ്. അവരിവിടെ വന്നിരിക്കും, നിന്നെ മുട്ടുകുത്തിക്കും. നിന്റെ കയ്യിൽ ഇരിക്കുന്നതിനെ തിരികെ പിടിക്കും, നിന്റെ കയ്യിൽ ഇരിക്കുന്നതിനെ തിരികെ പിടിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ഈശ്വരുള്ളത് തിരിച്ചു പിടിക്കുവാൻ നിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന സിസ്റ്റം ഇല്ല. നിന്നെ കുത്തിച്ചേച്ച് തിരിച്ചെടുക്കുക. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യത്തില്ല. എന്റെ പുറകിൽ ഒരു വിഭാഗമുണ്ട്. തമ്പുരാൻ ഇന്ന് നിങ്ങളുടെ മേൽ ഒരു പ്രത്യാശയുണ്ട്. എന്റെ പുറകിൽ എനിക്ക് കുറെ എണ്ണത്തെ വേണം. കണ്ടാൽ എന്നെ പോലെ ഇരിക്കുന്ന, ഞാൻ പറയുന്ന പോലെ നടക്കുന്ന, എന്നെ പോലെ ഇടപെടുന്ന, ഞാൻ പറയുന്ന പോലെ ചെയ്യുന്ന ഒരു സമൂഹത്തെ എനിക്ക് വേണം. അതെന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവനെ ഉപയോഗിച്ച് ഞാൻ സാത്താനെ തോൽപ്പിക്കും. അവനോട് കർത്താവ് പറഞ്ഞത്, നീ എന്റെ വെൺമഴുവാ, യുദ്ധത്തിനുള്ള എന്റെ വെൺമഴുവാ, നീ എന്റെ ആയുധമാ. ദൈവം ചെയ്ത ചില അത്ഭുതങ്ങൾ ഒരു ദിവസം വർണ്ണിക്കേണ്ടതിന് വേണ്ടി ഒരു സൈഡിൽ കൂടെ പോകാം. എനിക്ക് ഒരു റിലാക്സേഷൻ ആയിക്കോളൂ. നിങ്ങളുടെ സമയം ചായ. ഒരു കാര്യം ചെയ്യാൻ നോക്കും. ഞാൻ വെറും 2 മിനിറ്റ് 2-3 മിനിറ്റ് നിർത്തും. സിസ്റ്റർ ഒന്ന് സൗഖ്യമായെന്ന് പറഞ്ഞു, ദൂത് കേട്ട്. അന്ന് മോസ്റ്റ് പ്രോബബ്ലി ഇരുമ്പ് പൊങ്ങിയ ചരിത്രം ഞാൻ വിളിച്ചു പറഞ്ഞു. അന്നത്തെ മെസ്സേജ് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ സൂക്ഷിച്ച് ഓർക്കുന്നില്ല. ഒരു ദിവസം അത്ഭുതങ്ങൾക്ക് വേണ്ടി തയ്യാറാകാൻ കർത്താവിനോട് പറഞ്ഞു. ഇപ്പം വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭയങ്കര കട്ടിയുള്ള അത്ഭുതങ്ങളിൽ ഒന്നാണ് എലീശയുടെ കാലത്ത് വെള്ളത്തിൽ താണുപോയ ഇരുമ്പ് കമ്പ് ഉപയോഗിച്ച് പൊക്കിയെടുത്ത്. അതിൽ കമ്പ് എറിഞ്ഞപ്പോൾ പൊങ്ങി വന്നു. ഈ വാക്യം എവിടെ എനിക്കോട് അറിയാനും കഴിയും, ഞാനങ്ങ് മറന്നുപോയി. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള എനിക്ക് ഉറപ്പാണ്. കമ്പ്യൂട്ടർ ബൈബിളിൽ നിന്ന് തപ്പിയെടുക്കാൻ കമ്പ്യൂട്ടറിൽ ദി അയൺ ഫ്ലോട്ട് എന്ന് ഞാൻ അടിച്ചു നോക്കി. അങ്ങനെയാണല്ലോ ഇരുമ്പ് പൊങ്ങി വന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഫ്ലോട്ട്. ഞാനൊന്ന് അടിച്ചു നോക്കി, ദി അയൺ ഫ്ലോട്ട്. ഇവിടെ കമ്പ്യൂട്ടർ ബൈബിൾ മറുപടി പറഞ്ഞു, നോ സച്ച് വേർഡ് ഫൗണ്ട് ഇൻ ദ ബൈബിൾ. അത് കള്ളമാണെന്ന് എനിക്ക് സൂക്ഷ്മമായിട്ട് ഉണ്ട്. പിന്നെ അടിച്ചു നോക്കിയിട്ട് അത് തന്നെ അതില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ വായിച്ച് കണ്ടുപിടിച്ച ചെയ്ത് എന്തുകൊണ്ട് ഇത് ഇല്ലെന്ന് പറഞ്ഞു എന്നറിയാൻ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ഫ്ലോട്ട് അല്ല. അറിയാമോ? ദി അയൺ സ്റ്റാർട്ടഡ് സ്വിമ്മിങ്. ഈ വഴി താഴോട്ട് എറിഞ്ഞപ്പോൾ ദി അയൺസ് കെയിം അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് സ്വിമ്മിങ്. ഇത് സ്വിം ചെയ്യുമ്പോഴാണ് പ്രവാചകൻ പറഞ്ഞ കൈ നീട്ടി പിടിച്ചോടാ പോകുന്നതിന് മുമ്പേ. ഇന്ന് പലരുടെ മുമ്പിൽ താണുപോയ പലരും കടന്നു വരും. നാളത്തേക്ക് നോക്കി കൈ നീട്ടിയപ്പോൾ പിടിക്കണമെങ്കിൽ പിടിച്ചോണം. ഇന്ന് വൈകുന്നു തമ്മിലാണ് ചിലതിനെ നോക്കിയിരിക്കുക. താണുപോയ ചില അയൺ പൊങ്ങി വരും. അത് പോകുന്നതിന് മുമ്പ് നടക്കേണ്ടത് രോഗശാന്തിയുടെ കൃപാവരമാണ്. കാര്യം രോഗശാന്തി അല്ല ഇന്നിവിടെ നടക്കേണ്ടത്. രോഗശാന്തി നടക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ചെയ്യുന്ന കൃപാവരം നിങ്ങളിലേക്ക് പകരണം. ദൈവം ആരെയാണ് ഉപയോഗിക്കുന്നത്? യോഗ്യതയുള്ള പാത്രങ്ങൾ ഇന്ന് കർത്താവിന് ഉപയോഗിക്കാനുണ്ട്. ഇനി ഞാൻ തിരിച്ചു വരട്ടെ. തന്റെ ലൂസിഫറിനെ കർത്താവ് പുറകോട്ട് മാറ്റി നിർത്തി. അവരോട് പറഞ്ഞ് സ്റ്റാൻഡ് ബൈ, പുറകോട്ട് മാറില്ല. നിന്നെ ചവിട്ടി താത്തേച്ച് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് തിരികെ പിടിക്കുവാൻ ഞാനൊരു ജനത്തെ ഒരുക്കും. ഇതും പറഞ്ഞ് യേശു നേരെ യെരൂശലേമിലെ ദേവാലയത്തിലേക്ക് വന്നു. കപ്പർന്നഹൂം ദേവാലയം. വായ്പനായിട്ട് എഴുന്നേറ്റ് നിന്ന ഭാഗം വിശദീകരിക്കാൻ ഒക്കത്തില്ല. യഹൂദന്റെ ദേവാലയത്തിൽ വായന ഭാഗം വെള്ളിയാഴ്ച വൈകിട്ട് തിരഞ്ഞെടുക്കും. വെള്ളിയാഴ്ച വൈകിട്ട് വായിക്കേണ്ട 2 ഭാഗങ്ങൾ മേശപ്പുറത്ത് തുറന്നു വെക്കും. ശനിയാഴ്ച രാവിലെ വരുന്നവൻ വായിച്ചു പോകാനേ ഒക്കത്തുള്ളൂ. ഈ പുസ്തകം ചുരുട്ടാൻ ഒക്കത്തില്ല. കാര്യം ഈ ന്യായപ്രമാണത്തിലെ ഒരു പുസ്തകം, ഉൽപ്പത്തി എന്ന് പറയുന്ന ഒറ്റ പുസ്തകം തോഴ്ചുകളിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ വെയിറ്റ് 15 കിലോഗ്രാം. ശനിയാഴ്ച ദിവസം പുസ്തകം എടുക്കാനൊക്കത്തില്ല, ശബത്ത് അതുകൊണ്ട് വെള്ളിയാഴ്ച തന്നെ വായന ഭാഗം തിരഞ്ഞെടുത്ത് അവിടെ വെച്ചേക്കും. ന്യായപ്രമാണത്തിൽ നിന്ന് മാത്രമേ വായിക്കാൻ ഒക്കത്തുള്ളൂ, വേറൊന്നും ശനിയാഴ്ച വായിക്കാൻ ഒക്കത്തില്ല. പുതിയ നിയമത്തിൽ പൗലോസ് അക്കാര്യം പറയുന്നുണ്ട്. ന്യായപ്രമാണം
അതായത് പഴയ നിയമത്തിലെ മോശയുടെ 5 ബുക്കുകൾ, ന്യായപ്രമാണം ശബത്ത് തോറും ദേവാലയത്തിൽ വായിക്കും. അതേ വായിക്കാൻ പറ്റത്തില്ല, വേറൊന്നും വായിക്കാൻ അനുവാദമില്ല. 2 ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ വായിക്കാൻ വരുന്നവൻ നിന്ന് വായിച്ചു പൊക്കോണം, പുസ്തകത്തെ തുടരുത്. ഞായറാഴ്ച രാവിലെ ശബത്ത് കഴിഞ്ഞ ശേഷം അത് പുസ്തകം സൂക്ഷിക്കുവാനും ചുരുട്ടി വെച്ചോളും. ഇതാ പ്രമാണം. ഈ സാഹചര്യത്തിൽ യേശു ദേവാലയത്തിലേക്ക് കയറി. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം പറയുന്നത് പതിവ് പോലെ ദേവാലയത്തിലേക്ക് വായ്പാൻ എഴുന്നേറ്റ് നിന്നു. പക്ഷെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി അന്ന് തൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം കഴിഞ്ഞ്, സ്നാനം കഴിഞ്ഞ്, പരിശുദ്ധാത്മാഭിഷേകം കഴിഞ്ഞ് 40 ദിവസം ഉപവാസം കഴിഞ്ഞ് സാത്താനെ പുറകിൽ മാറ്റി നിർത്തിയിട്ട് സ്റ്റാൻഡ് ബൈ നിർത്തിയിട്ട് വരുന്ന വരവാ വന്ന് തൻ പുസ്തകത്തിന്റെ മുമ്പിലോട്ട് നിന്നു. വന്നപ്പോൾ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന വാക്യം വായിച്ച ശരിയാകില്ല. അന്ന് വായിക്കേണ്ടത് അതല്ല. യേശു പുസ്തകം സൂക്ഷിക്കുകയാണെന്ന് കൊണ്ടുപോകാം. യെശയ്യാവിന്റെ പുസ്തകം, യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ വെയിറ്റ് അറിയാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 4 പുസ്തകങ്ങൾ 15 കിലോഗ്രാമാണ്. യെശയ്യാവിന്റെ പുസ്തകം 25 കിലോഗ്രാമാണ്. 2 സ്റ്റാൻഡേർഡ് സൈസേ ഉള്ളൂ അന്നത്തെ ചുരുളുകൾ. 2 സ്റ്റാൻഡേർഡ് സൈസാണ്. അതിൽ ഒന്ന് ചെറിയതും മറ്റേ വലുതുമാണ്. വലുതാണ് യെശയ്യാവിന്റെ പുസ്തകം. പുസ്തകം സൂക്ഷിപ്പുകാരനോട് പറഞ്ഞ് അതെടുത്തുകൊണ്ട് പോവാ. എൻ്റെ യേശുവിൻ്റെ കൽപ്പനയുടെ മുമ്പിൽ മിണ്ടാതിരിക്കാൻ പുസ്തകം സൂക്ഷിപ്പുകാരൻ ഒത്തില്ല. എന്നോട് പോയി ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോയിരിക്കും. അതാ ശക്തി. വേണ്ടെന്ന് തോന്നിയാൽ ഒന്നും ഒരു രക്ഷയില്ല. പുസ്തകം സൂക്ഷിപ്പുകാരൻ തന്നെ ഭൂമിയെന്ന എൻ്റെ വിശ്വാസം. പോയി 25 കിലോഗ്രാം ഭാരമുള്ള പുസ്തകം എടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചു. എൻ്റെ യേശു അത് തള്ളി മറ്റേതിൻ്റെ മേളിലോട്ട് നിർത്തു. മേളിലോട്ട് നിർത്തിച്ച് 61-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിച്ചു. യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറിവിട്ടുവാൻ, ബദ്ധന്മാരെ വിടുവിച്ച് വിടുവാൻ, യഹോവയെ അഭിഷേകം ചെയ്തിരിക്കുവാൻ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. പള്ളിയിലുള്ളവരുടെ കണ്ണ് അവങ്കിൽ പതി. പക്ഷെ ആ ജനം 2ആയി തിരിഞ്ഞു. നമ്മൾ ആ ഭാഗത്തിനൊന്നും പ്രസക്തി കൊടുത്ത് വായിക്കാറില്ല. ജനം 2ആയി തിരിഞ്ഞു. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഇതെന്തോ ഒരു ലാവണ്യ വാക്ക് എന്ന് പറഞ്ഞാൽ എന്തൊരു അഭിഷക്തമായ വാക്കാണ് ഇത്. 2ാമത്തെ കൂട്ടർ പറഞ്ഞു, തള്ളട അവനെ പള്ളിയിൽ നിന്ന്, അവനെ വേണ്ടട ഈ പള്ളിയിൽ, പള്ളി പണിതിരിക്കുന്ന മലയുടെ വക്കോളം കൊണ്ടിയെന്ന് തലകീഴായി തള്ളിയിട്ട് കൊല്ലട അവനെ ഈ പള്ളി വേണ്ട, ശബത്തിലംഘകനാണ് ഇവൻ. ഇങ്ങനെ ജനം 2ആയി തിരിയുമ്പോൾ യേശു ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. കേട്ടോണേ, ലൂക്കോസ് 4-ലാണ് നിൽക്കുന്നത്. യേശു പറഞ്ഞു, ഏലിയാവിന്റെ കാലത്ത് ദേശത്ത് ഒരുപാട് വിധവമാരുണ്ടായിരുന്നെങ്കിലും ആർക്കും ഒരു ഗുണമുണ്ടായില്ല. നിങ്ങളുടെ കാതുകളിൽ, അവിടെ ഒരു പ്രത്യേക പദമുണ്ട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്ത് നിങ്ങളുടെ കാതുകളിൽ നിറവേറും. മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് അങ്ങനല്ല, നിങ്ങളുടെ കേൾവിയിൽ ഇത് നിറവേറുന്നു. യേശു പറഞ്ഞത് അങ്ങനല്ല. ആൻഡ് ദ സ്ക്രിപ്ചർ ഈസ് ഫുൾഫിൽഡ് ഇൻ യുവർ ഇയേഴ്സ്. ഇൻ യുവർ ഹിയറിംഗ് എന്ന് എന്നെ ഇതിലേക്ക് കൊടുത്തെന്ന് തോന്നുന്നു. അത് തന്നെ മലയാളത്തിലേക്ക് തർജ്ജമ. ദാറ്റ് ഈസ് അട്ടർ ഫെയിലിയർ ഓഫ് ട്രാൻസ്ലേഷൻ. യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഈ തിരുവെഴുത്ത് നിങ്ങളുടെ കാതുകളിൽ നിറവേറും. എന്നിട്ട് ഈ കാതുകളിൽ നിറവേറുന്നതിന് 2 എക്സാമ്പിൾ യേശു പറഞ്ഞു. ഒന്ന്, ഏലിയാവിന്റെ കാലത്ത് ഇസ്രായേലിൽ അനേക വിധവമാരുണ്ടായിരുന്നെങ്കിലും ആരുടെയും അടുക്കലോട്ട് ഏലിയാവിനെ വിട്ടില്ല. സാറാഫത്തിലെ ഒരു വിധവയുടെ അടുക്കലെ വിട്ടുള്ളൂ. വ്യത്യാസം കേട്ടോണേ. ദേശത്തുള്ള സകല വിധവമാരുടെ കാതിൽ വരെ ഒരു ദൂത് കയറി. ഏലിയാവ്, മഴ നിർത്തിയ ഏലിയാവ്, മഴ പെയ്യിച്ച ഏലിയാവ്. ഈ ദൂത് എല്ലാത്തിന്റെ കാതുകളിൽ കയറിയെങ്കിലും അവിടെ കിടന്നതേ ഉള്ളൂ. പക്ഷേ സാറാഫത്തിലെ വിധവ അതല്ലായിരുന്നു. അവളുടെ അടുക്കൽ ഏലിയാവ് എന്ന് പറഞ്ഞ് എനിക്കൊരാട കൊണ്ടുപോവാ. അവൾ ഒരാട കൊണ്ട് കൊടുത്തു. അവിടെ കാതുകൊണ്ട് ദൂത് നിന്നില്ല. അവിടെ അടുക്കളയിലെ മാവിരിക്കുന്ന തൊട്ടിലോട്ട് ദൂത് കയറി. അവിടെ അടുക്കളയിൽ ഇരുന്ന എണ്ണയിരിക്കുന്ന ഭരണിയിലോട്ട് ദൂത് കയറി. ചുരുക്കി പറഞ്ഞാൽ അവിടെ അടുപ്പയിലോട്ട് ദൂത് കയറി. അപ്പം ഉണ്ടാക്കിയാലും തീരുകയില്ല. നിങ്ങളുടെ കാതുകളിൽ നിവൃത്തിയായി, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇത് കയറിയോ? 2ാമത്തെ യേശു പറഞ്ഞു, ഏലീശയുടെ കാലത്ത് ഇസ്രായേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരുടെ അടുക്കൽ ഏലീശ എന്നുള്ള ദൂത് കയറുന്നെങ്കിലും ആരുടെ മാംസപേശിയിലേക്ക് ദൂത് കയറിയില്ല. എല്ലാവരുടെയും കാതുകളിൽ നിന്ന്. പക്ഷേ ആ നയമാനുണ്ടല്ലോ, അവന്റെ മാംസപേശിയിലേക്ക് ദൂത് കയറി. ഇന്ന് ഒരു ദൂത് ഇതിനകത്ത് മുഴങ്ങുന്നത് ചിലരുടെ ജീവിതത്തിലോട്ട് കയറട്ടെ, ചിലരുടെ ജീവിതത്തിൽ അനുഭവമാകട്ടെ. എന്നിട്ട് യേശു അവിടെ നിന്നോട്ട് ഇറങ്ങി നേരെ ചെന്ന് ഞാൻ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധനോട് ഇടപെട്ട ഒരു വാക്യം അതായിരുന്നു. യേശു പത്രോസിന്റെ അമ്മാവിയമ്മയുടെ അടുത്ത് ചെന്നു. അവൾ പനി പിടിച്ച്, കഠിന ജ്വരം പിടിച്ച് വലഞ്ഞിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു വാക്ക് എന്നെ അങ്ങ് തൊട്ടു. കഠിന ജ്വരം പിടിച്ച് വലഞ്ഞു പോയ ചില കേസസ് തമ്പുരാനെ കിട്ടിയാൽ യേശു കുനിഞ്ഞു നോക്കി. വലഞ്ഞു പോയ ചില കേസസ് യേശുവിനെ കിട്ടിയാൽ ഇന്നതിനകത്ത് വലഞ്ഞവരുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പനി പിടിച്ച് കഠിന രോഗത്താൽ വലഞ്ഞിരുന്നു.
ഒരു ദിവസം ശിഷ്യന്മാർ തണ്ടുവലിച്ച് കുഴഞ്ഞിരുന്നു. അവരുടെ അടുക്കൽ യേശു ചെന്നു. എന്ത് വലഞ്ഞതും കുഴഞ്ഞതും UK കിടപ്പുണ്ടോ? തമ്പുരാൻ ഇതിനകത്ത് ചിലത് ചെയ്യാനുണ്ട്, ചിലത് ചെയ്യും. രോഗികൾക്കാണ് വൈദ്യരെ കൊണ്ട് ആവശ്യം, സൗഖ്യമുള്ളവർക്കല്ല. ഇന്ന് രാത്രിയിൽ വലഞ്ഞ ജനതയെ വിടുവിക്കുവാൻ ശുശ്രൂഷ ചെയ്ത് വലഞ്ഞവര്, പ്രാർത്ഥിച്ച് വലഞ്ഞവര്, ജീവിച്ച് വലഞ്ഞവര്, അപ്ലൈ ചെയ്ത് വലഞ്ഞവർ യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രരാണ്. അമ്മായിയമ്മയെ സൗഖ്യമാക്കിയ ശേഷം ശിഷ്യന്മാരുടെ ഇതിലോട്ട് ഇറങ്ങി 12 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട്, ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. 12 മണിക്കൂർ എന്നുള്ളത് എൻ്റെ വാക്കാണ്. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. 12 മണിക്കൂർ പ്രാർത്ഥിച്ചേച്ച് പോയി 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഈ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ഇവരെ കൊണ്ട് നടന്ന് കുറെ ചില്ലറ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കാണിച്ചു. അങ്ങനെ ചില ചില്ലറ കാര്യങ്ങളൊക്കെ യേശു ശിഷ്യന്മാരെ കാണിച്ചു. കാണിച്ചേച്ച് ഒന്നുകിൽ ഇവരെ കൊണ്ട് സ്നാനപ്പെടുത്തി, അല്ലെങ്കിൽ ഇവരോട് ഉപദേശം പറഞ്ഞു. 2 കാര്യങ്ങൾ നടന്നു. ഏത് ആദ്യം നടന്നത്, ഏതാ രണ്ടാം നടന്നത് എനിക്കറിയാൻ വയ്യ. ആർക്കെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തെളിവ് സഹിതം തന്നാൽ തെളിവ് എന്ന് പറയുന്നത് ബൈബിളിൽ നിന്ന് തന്നാൽ ഉപകാരമായിരുന്നു. അവൻ ഇല്ലെന്നല്ല പറഞ്ഞത്, ദൈവവചനമോ അതിനകത്ത് എവിടെയും കാണും. നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണെന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ഉണ്ടാകും. 2 കാര്യങ്ങൾ യേശു. ഒന്ന്, തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് സ്നാനപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനപ്പെടുത്തി. അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് he tarried with them and baptized. Baptized whom? Very clearly them. അങ്ങനെ ഭാഷയിൽ അർത്ഥം കണ്ടുപിടിക്കേണ്ടത്. He tarried with them and baptized. Baptized whom? Them. What else? യേശു അവരെ സ്നാനപ്പെടുത്തി. ഇങ്ങനെ അവരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിവരം പരീശന്മാർ കേട്ടു. അന്ന് ടെലിഫോൺ ഇല്ലാത്തതുകൊണ്ട് നുണ പറയുന്നവർക്ക് താമസമുണ്ട്. ഇങ്ങനെ പറഞ്ഞു കേട്ട് അങ്ങ് ചെയ്തപ്പോഴത്തേക്ക് 1 മണിക്കൂറെങ്കിലും ആയി കാണും. ഇതിനോടൊക്കെ ഈ 12 എണ്ണത്തെ മുക്കി കഴിഞ്ഞു. യേശു കരക്കി 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞു, പരീശന്മാരുടെ അടുക്കൽ വാർത്ത എത്തുമ്പോഴേക്കും യേശു കരക്കി കയറി. യേശു സ്നാനപ്പെടുത്തിയില്ല. തുടർന്ന് യേശു ശിഷ്യന്മാരെ കൊണ്ടു നടന്ന് സ്നാനപ്പെടുത്തിച്ചു. സ്നാനം യേശു സൂപ്പർവൈസ് ചെയ്തു. തെളിവ്. ഒടുവിൽ യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി സ്നാനപ്പെടുത്ത്, ഞാനോ പോകുകയാണ്. ഇത് കേൾക്കുകയും ശിഷ്യന്മാർ യേശുവിന്റെ മുഖത്ത് നോക്കി. അതുകൊണ്ടായിരിക്കണമെന്നാ കാനവച്ചം പറയുന്നത്. യേശു അടുത്ത വാചകം പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ കാലത്തോളം സ്നാനപ്പെടുത്തുമ്പോൾ എല്ലാം കുളക്കരെ ഞാനുണ്ട്, ഡോണ്ട് വറി, ഞാൻ സൂപ്പർവൈസ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ അടുത്ത് ചിലർ വന്നിട്ട് പറയും, ഞാൻ മർത്തോമക്കാരനാണ്, തിരിച്ച് മർത്തോമായി തന്നെ പോകാൻ, ഞാൻ ബാംഗ്ലൂർ വന്ന് സ്നാനപ്പെട്ടേച്ച് പോകാനായിരുന്നു. യാക്കോബയിൽ അവിടെ തന്നെ പോകും. സ്നാനം അത്യാവശ്യമാണ്, എനിക്ക് അറിയാം, ബോധ്യപ്പെട്ടു. ഞാൻ അവരോട് തിരിച്ചു പറയും. പക്ഷെ ഞാൻ സ്നാനപ്പെടുത്തുമ്പോൾ കരയ്ക്ക് യേശു നിൽപ്പുണ്ട്. നിന്നെ മുഖ്യ കുറ്റത്തിലൂടെ ഞാൻ നരകത്തിൽ കൊണ്ടുവരും. നിന്നെ അല്ല സ്നാനപ്പെടുത്താൻ, ഞാൻ നിന്നെ സ്നാനപ്പെടുത്താനോ? ഒത്തു വേറൊരാത്തവരെ എണ്ണ കാണിക്കാൻ സ്നാനപ്പെടുത്താൻ. ഒരു പെൺകുട്ടി വന്ന് എൻ്റെ കല്യാണം നടത്തി തരണം, എനിക്ക് വേറൊരാളുമായി ബന്ധമുണ്ട്, അതൊന്നും പറയണ്ട, ഈ പുള്ളിയുടെ കൂടെ കല്യാണം കഴിപ്പിച്ചാൽ വിട്ടേക്ക്, പിന്നെ ഞാൻ മറ്റിടത്ത് താമസിക്കുന്നു പറഞ്ഞാൽ ഏത് പൊട്ടനാണ് ഇവിടെ കല്യാണം കഴിപ്പിക്കാൻ പറ്റും? ഞാൻ പണ്ട് പോയിടത്തെ പോകത്തുള്ള, ഞാൻ മുങ്ങിയെ ചെന്ന് പാവുന്നു. ഒത്തു നോ, ഞാൻ ലോകാവസാനത്തോട് എല്ലാ നാളും കൂടെ കൊണ്ട് കുളക്കരയിൽ സൂപ്പർവൈസ് ചെയ്ത് നിൽക്കും. ഇത് കഴിഞ്ഞ് യേശു ശിഷ്യന്മാരെ കൊണ്ട് മലമുകളിൽ കയറി. ഇതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നൊരു അഭിഷേകം പകരണമെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ ഇവരുടെ മേൽ ഈ അഭിഷേകം വരുന്നത്. സ്റ്റെപ്പുകൾ ഒന്നുകൂടെ പറയട്ടെ. ലോകസ്ഥാപനം മുതൽ ഒരു ആത്മയുദ്ധം നടക്കുക ലൂസിഫറുമായി. യേശുവിന്റെ സമയത്ത് യേശു അവന്റെ തല തകർത്തു. ബാക്കി ഭയങ്കര തരത്തിലുള്ള 1.13.2 ബില്യൺ വർഷത്തിന്റെ കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തി. അതോടെ നിൽക്കട്ടെ. യേശു സാത്താനോട് സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഗെറ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഈ ശിഷ്യന്മാരുടെ മേലാണ് ഒടുവിൽ അഭിഷേകം വരുന്നത്. അവരെ കൊണ്ടാണ് മറ്റവരെ ജയിക്കുന്നത്. ഇന്ന് നമ്മളിലാണ് അത് നടക്കേണ്ടത്. ഇതിനിടയിൽ ഈ ശിഷ്യന്മാരെ പ്രോസസ് ചെയ്ത് എന്തുവാണെന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, പ്രാർത്ഥിച്ചു തിരഞ്ഞെടുത്തു. കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, ചുമ്മാ തിരഞ്ഞെടുത്തതല്ല, വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തതാണ്. യേശു തിരഞ്ഞെടുത്ത ശേഷം അവരെ സ്നാനപ്പെടുത്തി. യേശുവിനോട് ചേരുവാൻ അവർക്കൊരവസരം കൊടുത്തു.
ക്രിസ്തീയ സ്നാനം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായ പ്രകാരം. തുടർന്ന് യേശു കരയ്ക്ക് കയറി ശിഷ്യന്മാർ സ്നാനം തുടർന്നു. ലോകാവസാനത്തോളം കൂടിയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ പോകുന്നിടത്ത് ഞാൻ ഉണ്ട് എന്ന് യേശു അവരോട് പറഞ്ഞു. ഓക്കെ, യേശു ഈ ശിഷ്യന്മാരെയും കൊണ്ട് മലമുകളിലോട്ട് കയറി. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം. വേദപുസ്തകത്തിലെ യേശു ക്രിസ്തുവിന്റെ ടീച്ചിങ്ങിൽ ഏറ്റവും പ്രബലമായ ഭാഗമാണ്. അങ്ങോട്ട് കയറിയിട്ട് അവരോട് പറഞ്ഞു, ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ ചിലതേ തുറത്തുള്ളൂ, അത്ര ഒക്കത്തുള്ളൂ. യേശുവിൻ്റെ വാക്കല്ലേ, ആരെവിടെ കൊണ്ട് പറഞ്ഞു തീർക്കാനാണ്. അവരെ കൊണ്ട് മലമുകളിലോട്ട് കയറിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയാണ്. ചിലർ പറയാറുണ്ട് മനസ്സിലൊക്കെ ഇരുന്നാൽ മതി, വെളിയിലൊന്നും കാണണ്ട. അവനെ അങ്ങനൊന്നുമല്ല, നീ ലോകത്തിന്റെ വിളക്ക, ഇത് കാണണം. മനസ്സിലൊന്നും ഇരുന്നാൽ ശരിയാകില്ല. മലമേലിരിക്കുന്ന പട്ടണം പോലെ, തണ്ടിന്റെ മേൽ കളത്തി വെച്ചിരിക്കുന്ന വിളക്ക് പോലെ മറ്റുള്ളവർ കാണത്തക്കവണ്ണം നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ വരണം. അതിന്റെ മെഷറിയാട് എന്തുവാ? പരീശന്റെ നീതിയെ കവിയണം, ന്യായപ്രമാണ നീതിയെ കവിയണം. ആ നീതി നിങ്ങൾക്ക് വേണം. അടുത്തൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ, പക്ഷേ ഉപ്പിന് കാരമില്ലാതെ പോയാൽ പിന്നെ അത് ചവിട്ടാനല്ലാതെ എന്നാത്തിന് കൊള്ളുവേണ്ട. ഒരു ഉദാഹരണം പറയും. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹപ്രായമായി ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഞാൻ കൊച്ചിലെ രക്ഷിക്കപ്പെട്ടു. വളർന്നൊക്കെ വന്നതുകൊണ്ട് ഒരു പേരുകളുടെ ജീവിതത്തിൽ വരുത്താതെ ജീവിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചർച്ചയ്ക്കും സമകാലികരുടെ ഇടയിലും സ്വന്തം സ്ഥലത്തും ഒക്കെ എന്ന് പറയും, ലൂസിഫർ ഉൾപ്പെടെ എൻ്റെ ജീവിതത്തിൽ ഒരു കറുത്ത മാർക്ക് തെളിയിക്കാനുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ കറക്റ്റ് ചെയ്യണം. ലൂസിഫർ ഉൾപ്പെടെ എൻ്റെ ജീവിതത്തിൽ നിന്നൊരു കറുത്ത മാർക്ക് കൊണ്ടുവരാനുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ, തെളിയിക്കുക. വല്ലതും പറഞ്ഞൊന്നും കാര്യമില്ല, കൊണ്ട് തെളിയിക്കുക, ഞാൻ കറക്റ്റ് ചെയ്യാം. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹപ്രായമായപ്പോൾ ഞാൻ മക്കളോട് രണ്ടുപേരോടും പറഞ്ഞാ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ചർച്ച സ്നാനപ്പെട്ട ഒരെണ്ണത്തെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് രണ്ടുപേരും നോ. കാര്യം നാളെ പിശാചി പറഞ്ഞുണ്ടാക്കും, ഇവർ പണ്ടേ അറിയുന്നതായിരുന്നു, റെഗുലറൈസ് ചെയ്യാൻ ഇവരെ റീസൺ മുക്കിയതാണെന്ന് പറയും. 2, നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾ സ്നാനപ്പെടുത്തിയ ഒരെണ്ണത്തെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുകയില്ല. കാര്യം പിശാചിന് അപവാദം പറയാൻ ഒരു ചാൻസ് കൊടുക്കാൻ പറ്റുകയില്ല. അതില്ലാതെ നിങ്ങൾ ജീവിച്ചേ പറ്റൂ. നിങ്ങളുടെ നീതി പരീശന്റെ നീതിയെ കവിയണം. മനസ്സിനകത്തിരുന്ന പോരാ, അവരുടെ മുമ്പിൽ കാണണം. നിങ്ങൾ ഉപ്പിന് കാര്യമില്ലാതെ പോയാൽ പിന്നെ എന്നെ വെച്ചാണ് ഇതിനെ രസപ്പെടുത്താൻ പോകുന്നത്, ഇതിനെ ചവിട്ടാനില്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. യേശു ആദ്യം പഠിപ്പിച്ചതാവാ, നിങ്ങളുടെ നീതി പരീശന്റെ നീതിയെ കവിയണം. ഇന്ന് അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ, എൻ്റെ ജീവിതം മറ്റുള്ളവർ കാണത്തക്കവണ്ണം ട്രാൻസ്പെറന്റ് ആയിരിക്കും. അത് മറ്റവന്റെ നീതിയെ കവിഞ്ഞിരിക്കും, എക്സ്റ്റേണലി അത് കണ്ടിരിക്കും എന്ന് പറയുന്നവർക്കായി സ്തോത്രം. 2 യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തിൽ പ്രവാചകന്മാരെ നീക്കാൻ വന്നതല്ല, നിവർത്തിപ്പാൻ വന്നതാ. ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളി പോകത്തില്ല, ഒരു പുള്ളി പോകത്തില്ല. പഴയ നിയമം പോയി ആരെങ്കിലും പിശാചി പറഞ്ഞാൽ അവരോട് ചെകുത്താനെ, നിന്നെ ശാസിക്കാനാണ് യേശു ഇറങ്ങി വന്നത്. യേശുവിന്റെ വാചകം, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയും നീക്കാനല്ല വന്നത്, നിവർത്തിക്കാനാണ് വന്നത്. അതിന്റെ എക്സ്റ്റൻഷനിലേക്ക് യേശു കയറി വെച്ച് പറഞ്ഞു, അതുകൊണ്ട് ന്യായപ്രമാണത്തിലെ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒരെണ്ണം അഴിക്കുകയും ജനത്തെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. ഇത് കിട്ടുന്നുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. വലിയ കൽപ്പനയും ചെറിയ കൽപ്പനയൊക്കെ വെവ്വേറെ. സ്നാനപ്പെടണമെന്നൊക്കെ പറയുന്നത് വലിയ കൽപ്പനയാണ്. സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ തല കവർ ചെയ്യണമെന്നുള്ള റൂൾ ഇവിടെ നിങ്ങൾക്ക് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ അത് നിങ്ങളൊരാളിനെ നിരൂപിക്കാനല്ല ഞാൻ നോക്കുന്നത്, ഞാനൊരു ജനറൽ ഇൻഫർമേഷൻ കൊണ്ടില്ല. ചെറിയ കൽപ്പന, കാര്യം ഒറ്റ പ്രാവശ്യം അത് എഴുതിയിട്ടുള്ളൂ. കൽപ്പനയുടെ വലിപ്പം അനുസരിച്ച് കൂടുതൽ പ്രാവശ്യം അത് ആവർത്തിക്കും. ചെറിയ കൽപ്പന ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒരെണ്ണം അഴിക്കുകയും ജനത്തെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ. ഞാൻ ഒരാശയം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അഴിക്കാൻ അനുവാദമില്ല, നിങ്ങൾ ചെയ്തേ പറ്റും. ഇച്ചിരൂടെ യേശു കയറിയേച്ചു പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ആരുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തെ കാണുന്നത്. ഈ കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് ആരാ? ഞാൻ മിക്കവാറും ഒരു മാസത്തിൽ 2 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നതാണ്. കള്ളുകൂടിയൻ കർത്താവേ കർത്താവേ എന്ന് പറയത്തില്ല, അവന് കള്ളുകളുടെ പേര് പറയാൻ. സിനിമയ്ക്ക് പോകുന്നവൻ കർത്താവേ കർത്താവേ എന്ന് പറയത്തില്ല, അവൻ സിനിമ നടിമാരുടെ നടിമാരുടെ പേര് പറയും. ബിസിനസ്സുകാരൻ കർത്താവേ കർത്താവേ എന്നല്ല പറയുന്നത്, ബിസിനസ് ഐറ്റംസ് അവൻ പറയുന്നത്. കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് പള്ളിയിൽ പോകുന്നു ഞാൻ നിങ്ങൾക്ക്. ചർച്ച് ഗോയേഴ്സ് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം അനുസരിക്കുന്നവരാണ്. യേശു പറഞ്ഞു, അന്നേരത്താണ് ചിലർ വരുന്നത്. അടുത്തതിലോട്ട് യേശു കരുതുക, അന്നേരത്താണ് ചിലർ വന്നിച്ച് പറയുന്നത്, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ചു, പ്രസംഗിച്ചു. യേശു തിരിച്ചവരോട് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോ, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും. ഇതെന്നെ ഇടപാട്.
ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രസംഗിച്ചു എന്ന് പറയുന്നത് എൻ്റെ ലെവൽ മുതൽ മേളിലോട്ടുള്ള ശുശ്രൂഷകന്മാർ. അതിന് താഴോട്ടുള്ളവൻ എന്നെ പ്രവചിക്കാൻ, അതിന് താഴോട്ടുള്ളവൻ ഇവിടെ രോഗിയെ സൗഖ്യമാക്കുന്ന അവൻ ചുമ്മാ മൂളി നടക്കുകയല്ലോ. അതല്ലേ കരിസ്മാറ്റിക് മിനിസ്റ്റേഴ്സ്, അവരുടെ കാര്യമാണ്. ഞങ്ങളതാന്ന് പറയുമ്പോൾ അവരോട് പറയുന്ന മറുപടിയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നോട് പറയുന്നില്ല, എന്നെ വിട്ടുപോകും. അധർമ്മം പ്രവർത്തിക്കുക എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്ന പദം LKയിൽ തർജ്ജമ ഇതിനകത്ത് കുറെ ഉണ്ട്. ആ പദം യഥാർത്ഥത്തിൽ യു ദ ലോലെസ് എന്നാണ് യേശു വിളിച്ചത്. നിയമം ലംഘിക്കുന്നവരെ, ന്യായപ്രമാണ ലംഘിയേ, ഞാൻ നിന്നെ അറിയുന്നില്ല. എടാ, ന്യായപ്രമാണം ലംഘിച്ചുകൊണ്ട് രോഗിയെ സൗഖ്യമാക്കാം, ന്യായപ്രമാണം ലംഘിച്ചുകൊണ്ട് പ്രസംഗിക്കാം. കുറെ നാൾ ഇത് ചെയ്തേച്ച് നീ ന്യായപ്രമാണം ലംഘിച്ചു തുടങ്ങിയാൽ നീ തീർന്നു, നീ പിന്മാറ്റക്കാരനാ. ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല, എന്നെ വിട്ടുപോകും. അടുത്ത യേശു എടുത്തു പറഞ്ഞു, ലൂക്കോസിലാണ് അതിന്റെ അടുത്ത പ്രസ്താവന. മത്തായി ഇത്രയും വരെ ഉള്ളൂ. ലൂക്കോസിൽ പറഞ്ഞു, ഒരു കൂട്ടം ആളുകൾ വന്ന് പറയും, നീ ഞങ്ങളുടെ വീടുകളിൽ പഠിപ്പിച്ചു, നീ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ മേശകളിൽ ഭക്ഷണത്തിനിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ക്രമീകരിച്ച സംഘാടകർ. എൻ്റെ വീട്ടിലല്ലേ താമസിച്ചത്, എൻ്റെ സ്റ്റേജിലല്ലേ പ്രസംഗിച്ചത്, നീ ഞങ്ങളുടെ വീടുകളിൽ പഠിപ്പിച്ചില്ലേ? യേശു അവരോട് ചോദിക്കുന്ന സംഘാടകരെ, അധർമ്മം പ്രവർത്തിക്കുന്നവനെ, ന്യായപ്രമാണം ലംഘി, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല, പോടാ. അതിനെയും പറഞ്ഞു വിട്ടു. ഓക്കെ, അടുത്ത യേശു പറഞ്ഞു, തിരിച്ചു മത്തായി വരിക. ഇപ്പൊ നമ്മൾ ഇവിടം വരെയായി. ഒന്ന്, നിങ്ങളുടെ നീതി ന്യായശാസ്ത്രികളുടെ നീതിയെ കവിയണം. അത് പരസ്യമായി കാണിച്ചിരിക്കണം, രഹസ്യമല്ല, പരസ്യമായി മാനിഫെസ്റ്റ് ചെയ്തിരിക്കണം. അടുത്തത്, നിങ്ങൾ എൻ്റെ പ്രമാണത്തിൽ നടക്കണം, കൽപ്പന പ്രമാണിക്കണം, ന്യായപ്രമാണം അനുസരിക്കണം. അത് മിനിസ്റ്റേഴ്സ് പോലും, അത് സംഘാടകർ പോലും ദൈവകൽപ്പന അനുസരിച്ചേ മതിയാകും. അടുത്ത യേശു പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയുള്ളതും വാതിൽ വിസ്താരവും വഴി വീതിയുള്ളതും അതിലെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അതിലൂടെ കടക്കുന്നവർ ചുരുക്കവും. ലൂക്കോസിൽ വന്നപ്പോൾ യേശു എടുത്തു പറഞ്ഞു, അത് അറിയുന്നവർ പോലും ചുരുക്കമാണ്. ജീവനിലേക്ക് പോകുന്ന ഇടുക്കമുള്ള വഴി കണ്ടുപിടിക്കുന്നവർ പോലും കുറവാണ്, കൂടുതൽ ആളുകളും മറ്റേതാണ്. നമ്മൾ വിശാലമായ വഴിയിലല്ല പോകുന്നത്, ഇടുങ്ങിയ വഴിയാവും. ഇടുങ്ങിയ വഴി എന്നുള്ളതിന് നാരോ മൈൻഡഡ് എന്ന അർത്ഥമില്ല. ദ വേ ഈസ് നാരോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന അർത്ഥം സത്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. രണ്ട്, വി ആർ ഫോക്കസ്ഡ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. വി ഹാവ് ആൻ എയിം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരല്ല. വി ഹാവ് ആൻ എയിം. ആ എയിമിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് യേശു പറഞ്ഞു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും ആയ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീടുണ്ടെന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശ്യം. എന്തോ അതിൻ്റെ അർത്ഥം? ദൈവവചനം എന്ന അടിസ്ഥാനത്തിന്മേൽ മാത്രമേ നമുക്ക് പണിയാൻ പറ്റൂ. അതിൻ്റെ വെളിയിൽ ഒന്നുമില്ല. ഇതിനൊക്കെ പറയാൻ കാരണങ്ങളുണ്ട്. നമ്മൾ വരും ഇപ്പം ഇതിനൊക്കെ പറയാൻ കാരണങ്ങളുണ്ട്. എൻ്റെ വചനത്തെ മാത്രമേ പണിയാൻ ഒക്കത്തുള്ളൂ. നിന്നെ കൊണ്ട് ഈ വചനത്തെ പണിയിപ്പിക്കാതെ അതിൻ്റെ മേളിൽ മണ്ണിടുന്ന ഒരു പിശാചുണ്ട്. അത് തോണ്ടിക്കളയും. ചിലർ മണ്ണിടുന്നത് പാരമ്പര്യത്തിൽ നിന്ന്. ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ മുതൽ ഇങ്ങനെ പിന്നെ അതട പാറയിലിട്ട മണ്ണ്. അടി കുറെ സത്യമുണ്ട്. പകുതി സത്യം പറഞ്ഞാൽ ജാതി വരത്തുള്ളൂ. രണ്ടാമത്തേത്, നമ്മളെക്കാൾ വലിയവരെന്ന് തോന്നുന്നവരെ കണ്ടുപഠിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അവനെങ്ങനെയാണല്ലോ, പിന്നെ എനിക്കായിക്കൂടെ, ഇവനിങ്ങനെയാണല്ലോ, ഇവനെ ദൈവം ഉപയോഗിക്കുന്നില്ല. മോനെ, ഇതെല്ലാം മണ്ണാണ്. നിന്നെ കൊണ്ട് പാറയിൽ പണിപ്പിക്കാതിരിക്കാൻ കോരിയിട്ടിരിക്കുന്ന മണ്ണാണ്. പിന്നെ ദൈവം അങ്ങനെയാണോ? എൻ്റെ സ്വന്തം ലോജിക്. ഇങ്ങനെ ഒരുപാട് മണ്ണുണ്ട്. എൻ്റെ വേദനം കെട്ടി ചെയ്യുന്നവൻ ആഴക്കൊഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. മറ്റേതിൻ്റെ മേൽ പണിതത് നിലനിൽക്കത്തില്ല. എൻ്റെ വചനത്തിൽ പണിതത് നിലനിൽക്കത്തുള്ളൂ. ഇന്ന് ഇത്രയും കാര്യങ്ങൾ യേശു പഠിപ്പിച്ച ശേഷം ഒത്തിരി ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം. ഇതിന് ശേഷം ശിഷ്യന്മാരുമായി തറയിലോട്ടിറങ്ങി. വീണ്ടും അവരെ കൊണ്ട് നടന്ന് ശുശ്രൂഷയുടെ പാറ്റേൺ പഠിപ്പിച്ചു. രോഗികൾ സൗഖ്യമാകുക, ഭൂതങ്ങൾ വിട്ടുപോകുക, മരിച്ചവർ ഉയർക്കുക, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണിക്കുക, പച്ചവെള്ളത്തിൻ്റെ മേൽ നടക്കുക. യേശുവിനോടുകൂടെ നടന്നതുകൊണ്ട് ഒരു തരം അഭിഷേകം ശിഷ്യന്മാരുടെ മേലായി. തെളിവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ യൂദായുടെ കൊട്ടയ്ക്കകത്ത് വരെ അപ്പം വർദ്ധിച്ചു. ഓരോ കൊട്ടയും കൊണ്ട 12 പേരും വന്നത്. അപ്പം നുറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തി കൊട്ടയ്ക്കകത്ത് അപ്പം വർദ്ധിക്കുന്നത് എന്ന് പറഞ്ഞാൽ യേശുവിനോടുകൂടെ നടന്നതുകൊണ്ടുള്ള ഒരു അഭിഷേകം 12 പേരുടെ മേലുമായി. പത്രോസ് പച്ചവെള്ളത്തിന്റെ മേൽ വരെ നടന്നതാണ്. ഒരു അഭിഷേകം ഇവരെല്ലാവരുടെയും മേലായി. ഒടുവിൽ യേശു പോയി പിശാചിന്റെ തല തകർക്കേണ്ടതിന് ന്യായപ്രമാണത്തിന്റെ വില മുടക്കി. ന്യായപ്രമാണത്തിന്റെ വില മുടക്കിയ ശേഷം പിശാചിന്റെ തലയെ തകർത്തു, കല്ലറയിൽ അടക്കപ്പെട്ടു. ഇനി വിശദീകരണമുണ്ട്. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു.
പാതാളത്തിൽ നിന്ന്, ഞാൻ ആ ഭാഗം ഒച്ചുകൂടെ പറയാം, അല്ലെങ്കിൽ ഞാനൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കണം. യേശു മരിക്കുന്ന സമയം തൻ്റെ തൃത്വം, തൻ്റെ ശരീരം അല്ലെ തൻ്റെ വ്യക്തിത്വം മൂന്നായി തിരിഞ്ഞു. എനിക്ക് ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഭാഗമുണ്ട്. നമുക്കെല്ലാം ഉണ്ട്. ഞാൻ ഒത്തിരി ഫാസ്റ്റ് ആണെന്ന് മനസ്സിലാകുന്നുണ്ടോ? അറിയാവുന്നവർക്ക് കിട്ടും. ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഭാഗം എനിക്കുണ്ട്. യേശുവിനും ഉണ്ടാകുകയില്ല. യേശു മൂന്നായി തിരിഞ്ഞു. തൻ്റെ പ്രാണൻ പിതാവിൻ്റെ അടുക്കലേക്ക് മാറി. തൻ്റെ ശരീരം, ദേഹം അരിമത്യയിലെ യോസേഫിന്റെ കല്ലറയിലേക്ക് പോയി. തൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് ഇറങ്ങി. പാതാള ലോകത്തിൽ സാത്താന്റെ അധീനതയിൽ കിടക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെ അവിടെ നിന്ന് വിടുവിക്കേണ്ടതിന്, എന്ന് പറഞ്ഞാൽ പഴയ നിയമ ഭക്തന്മാർ, അവരെ വിടുവിക്കേണ്ടതിന് അവൻ ആത്മാവിൽ പാതാള ലോകത്തിലേക്ക് ഇറങ്ങി. അവിടെ ചെന്ന് പാതാളത്തിന്റെ താക്കോൽ പിശാചിന്റെ പിടിച്ചു വച്ചു. പാതാളം തുറന്ന്, ഞാനത് പറയുമ്പോൾ മനസ്സിലാകാത്തവർ കണ്ടേക്കാം, അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയാം. പാതാളത്തിൽ 3 അറയുണ്ട്, 3 ലെവൽ. ഒരു 3 സ്റ്റോറി ബിൽഡിങ്ങിനോട് ഞാൻ അതിനെ ഉപമിക്കണം. ഏറ്റവും മുകളിലത്തെ നിലയിൽ പഴയ നിയമ ഭക്തന്മാരെ ഇട്ടിരിക്കുക. അതിൻ്റെ താക്കോൽ സാത്താൻ്റെ, അവൻ്റെ കൺട്രോളിൽ അവർ കിടക്കുക. പക്ഷേ ഒരെണ്ണം വിശ്രമ സ്ഥലമാണ് അവർ മേലത്തെ തട്ടിൽ. 2ാമത്തെ തട്ടിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ മനുഷ്യ സ്ത്രീകളുമായി പാപം ചെയ്ത ആ ദൂതന്മാരെ കൂട്ടിയിട്ടിരിക്കുക. ഒരു കൂട്ടം ദൂതന്മാർ, അതിനകത്തെ കഠിനന്മാരെ എല്ലാം പിടിച്ചു കൂട്ടി. അതുകൊണ്ട് ഒത്തിരി പേര് ഭൂമി രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഒറ്റ മനുഷ്യൻ രക്ഷപ്പെടുകയില്ല. അതിലെ കഠിനന്മാരെ പിടിച്ചു കൂട്ടി അവരെ ഇട്ടിരിക്കുകയാണ് അതിൻ്റെ 2ാമത്തെ നില. ഏറ്റവും താഴത്തെ നിലയിൽ അഭക്തന്മാരെ, ശിക്ഷിക്കപ്പെട്ടവരെ, നരകത്തിൽ പോകുന്നവരെ ഇട്ടിരിക്കുക. ഇതാണ് പാതാളത്തിന്റെ 3 തട്ട്. യാക്കോബ് പ്രാർത്ഥിക്കുമ്പോൾ, യാക്കോബ് പറയുമ്പോൾ, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കരുത് എന്ന് മക്കളോട് പറഞ്ഞു. അന്നത്തെ ഭക്തന്റെ പ്രത്യാശ പാതാളമാണ്, അതെന്റെ മേളത്തെ അറ്റവും. പക്ഷെ ദാവീദിന്റെ പ്രാർത്ഥന, നീ എന്നെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചു. പാവി കിടക്കുന്ന അധമ പാതാളത്തിൽ എന്നെ അയക്കാതെ അവിടുന്ന് രക്ഷിച്ചു. ധനവാന്റെ ലാസറിന്റെ ഉപമയിൽ ധനവാൻ അധമ പാതാളത്തിൽ കിടന്ന് മേളോട്ട് നോക്കി, യാതനാസ്ഥലത്തിൽ കിടന്ന് മേളോട്ട് നോക്കി. മേളിൽ അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന മുകൾ തട്ടിൽ ലാസറിനെ കണ്ടു. ഈ മുകളിലത്തെ പാതാളത്തിലേക്ക് യേശു ഇറങ്ങി. അവിടെ ചെന്ന് സാത്താനെ തോൽപ്പിച്ച് അവന്റെ കയ്യിൽ നിന്ന് താക്കോൽ പിടിച്ചു വെച്ചു. ഈ ഭക്തന്മാരെ അവിടുന്ന് വിടുവിച്ചു. ഈ ഭക്തന്മാരെ അവിടുന്ന് വിടുവിച്ചുകൊണ്ട് യേശുവിന്റെ കല്ലറയ്ക്കലെത്തി. അതുകൊണ്ടാണ് യേശുവിന്റെ പുനരുത്ഥാന സമയത്ത് കല്ലറകളിൽ പലതും തുറന്ന് വിശുദ്ധന്മാർ പലരും ഉയർത്തെഴുന്നേറ്റു, പിന്നത്തേതിൽ ജനത്തിന് പ്രത്യക്ഷമായി എന്ന് പറയുവാൻ കാര്യം യേശുവിനെ കൊണ്ടുവരിക. യേശു കല്ലറയ്ക്കലെത്തി. പിതാവിങ്കിൽ നിന്ന് ജീവൻ യോസേഫിന്റെ കല്ലറയിലേക്ക് ഇറങ്ങി. പാതാളത്തിൽ നിന്ന് വന്ന ആത്മാവ് യോസേഫിന്റെ കല്ലറയിലേക്ക് ഇറങ്ങി. ആ ശരീരത്തിൽ നിന്ന് വെളിയിൽ വന്നു. ആ കല്ലറയുടെ അടുക്കൽ നടന്ന ഒരു കാര്യം, ട്രിവാൻഡ്രത്തുള്ള പാസ്റ്റർ ജയൻ, അദ്ദേഹത്തിന്റെ ഒരു MA പാസ്റ്റർ ജയൻ ഒരിക്കൽ ബാംഗ്ലൂരിൽ നമ്മുടെ ചർച്ച വന്ന് വിളിച്ചു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. 2-3 സ്ത്രീകൾ, മറിയമാർ ചേർന്ന് ശബത്ത് രാത്രിയിൽ മുഴുവനും, ശനിയാഴ്ച രാത്രിയിൽ മുഴുവനും സുഗന്ധതൈലം ഒരുക്കി. അവരെല്ലാം കൂടെ രാവിലെ വരികയാണ് കല്ലറയ്ക്കൽ, ഈ ശവത്തിന്, യേശുവിന്റെ ശരീരത്തിന് സുഗന്ധദ്രവ്യം പൂശാൻ. അവരുടെ മുന്നിൽ ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ വലിപ്പം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇൻ ഹിസ് ടൈം എന്ന പേരിൽ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇൻ ഹിസ് ടൈം ഒന്ന് കയറി നോക്കുന്നേ കൊള്ളാം. ആരത് പരസ്യപ്പെടുത്തിയിരിക്കുന്നത് എനിക്കറിയത്തില്ല, ഞങ്ങളുടെ സൈറ്റിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി ലിവിംഗ് ഗോഡ് എന്ന് പറയുന്ന ചാനലിലായിരിക്കും അത് കിടക്കുന്നത്. യൂട്യൂബിനകത്ത് കയറി MA വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്താൽ എൻ്റെ ഒരുപാട് വീഡിയോകൾ കാണും. അതിൻ്റെ ഓരോന്നിൻ്റെ അടിയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആളിൻ്റെ പേരുണ്ട്. അതിനകത്ത് ലിവിംഗ് ഗോഡ് എന്നൊരു പേര് കാണും. ലിവിംഗ് ഗോഡിൽ ക്ലിക്ക് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോകും. വാഷിംഗ്ടൺ DC ഒരു ബ്രദർ ലിവിംഗ്, അദ്ദേഹം അത് ചെയ്തു. ഞങ്ങളുടെ റയർ മെസ്സേജസ് മിക്കവാറും അവൻ്റെ ആ ചാനലിൽ കിടപ്പുണ്ട്. അതിനകത്ത് ഇൻ ഹിസ് ടൈം എന്ന പേരിൽ ഒരു മെസ്സേജ്. ഇൻ ഹിസ് ടൈം യേശു ക്രിസ്തുവിനെ കുരിശിച്ചിരുന്ന കല്ലറ കണ്ടുകിട്ടി. യേശുവിൻ്റെ രക്തം ആ കണ്ടുകിട്ടി. ഞാൻ അത്രയും കൊണ്ട് അത് നിർത്തുക. അതിനകത്ത് യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ വെച്ചിരുന്ന കല്ലിൻ്റെ വലിപ്പം എഴുതിയിട്ടുണ്ട്. 18 അടി ഡയമീറ്ററുള്ള പപ്പടകത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു കല്ല്. 18 അടി എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് അതിൻ്റെ മേളിൽ ചെന്ന് മുട്ടും. അതാ കല്ലിൻ്റെ വലിപ്പം. കാരണം യാതൊരു കാരണവശാലും ആരും ഈ കല്ലുരുട്ടിക്കൊണ്ട് പോകരുത്. അതിൽ പീലാത്തോസ് വെപ്പിച്ചിരിക്കുന്ന കല്ല, അതിന് മതം കൊണ്ടുവച്ച കല്ല, യഹൂദ പുരോഹിതന്മാർ ഉരുട്ടിച്ച് വെച്ച കല്ല, അതിൽ സീൽ ചെയ്ത് വെച്ചിരിക്കുക. ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം 2 മറിയമാരുടെ ചോദ്യം, ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടും? മറിയമായി വരുമ്പോൾ കാണുന്ന കാഴ്ച, കല്ല് ഓൾറെഡി ഉരുണ്ടു. ജയൻ സാർ പറഞ്ഞത് ഉരുണ്ടത് മാത്രമല്ല, ഒരു ദൂതൻ അതേ കയറി ഇരിക്കുക. അങ്ങനെയല്ലേ കണ്ടത്? ദൂതനെ കാല് കഴിച്ചിട്ടിരിക്കുക? നോ നോ.
ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഈ കല്ലിന് ഒരു കാട്ട് വെട്ടി, അതങ്ങ് തെറിച്ചു. മറിയമാർ വരുമ്പോൾ കല്ല് തിരിച്ചു വരത്തില്ലെന്ന് ഉറപ്പ് കൊടുക്കാൻ പുള്ളി ഇരിക്കുക. മറിയ കയറി കാണാൻ, ഇത് വരാതെ ഞാൻ നോക്കണം, ഈ കല്ലിന് നിങ്ങളുടെ വഴി വരികയില്ല. തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി കല്ല് കൂട്ടിയാൽ ഉരുട്ടി വരാം, തിരിച്ചു വരികയില്ല, തിരിച്ചു വരത്തില്ല. ഈ സാഹചര്യത്തിലാണ് മറിയമാർ എന്ന് കാണുന്നത്. മറിയയ്ക്ക് യേശു വന്ന് മനസ്സിലായി. റബൂനി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ കാലിൽ പിടിച്ച് വണങ്ങുവാൻ മറിയ ഓടിയെടുക്കുക. യേശു പറഞ്ഞു, തുടരുത്, ഞാൻ ഇതുവരെ ഈ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. യേശു ഒരു മഹാപുരോഹിതനായിട്ടാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. ഏത് മഹാപുരോഹിതനും ഒരു യാഗം കഴിച്ചാൽ ആ യാഗമൃഗത്തിന്റെ രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ട് കാഴ്ചവെക്കണം. രക്തം തന്റെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ട് കൊടുക്കുന്നത് വരെ തന്നെ ആരും തൊടരുത് എന്നത് നിയമമാണ്. മറിയേ, ഞാൻ രക്തം പിതാവിന്റെ അടുക്കൽ കൊടുത്തിട്ടില്ല, ഞാൻ പിതാവിന്റെ അടുക്കൽ പോയില്ല, എന്നെ തൊടരുത്, നിനക്ക് എന്നെ തൊടാൻ റൈറ്റില്ല. യേശുവിനെ തൊടുന്നതിൽ യേശുവിന് വിരോധമൊന്നുമില്ല. തിരിച്ചു വന്നിച്ച് തോമസിനോട് പറഞ്ഞു, എടാ തൊടറ, കൈ ഇങ്ങോട്ട് കയറ്റി വിരൽ എൻ്റെ ആണിപ്പഴിലോട്ടിട്ട്, തൊടുന്നതിന് എനിക്ക് ഒരു വിരോധവുമില്ല, എന്നെ തൊട്ടു നോക്ക്. പിശാചിനാണെങ്കിൽ അസ്ഥി മാംസവും ഇല്ല, എനിക്ക് അസ്ഥി മാംസം കൊണ്ട് തൊട്ടു നോക്ക്. യേശുവിനെ തൊടുന്നതിന് ഒരു വിരോധവുമില്ല. ആ സാഹചര്യത്തിൽ ഒക്കത്തില്ല, കാര്യം നാം പിതാവിൻ്റെ അടുത്ത് പോയിട്ടില്ല. ബദ്ധന്മാരെ പിടിച്ചോണ്ട് ഉയരത്തിൽ കയറി. എഫെസ്യർ 4 വരെ ഞാൻ ചാടി. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി പാതാള ലോകത്തിലേക്ക് ചെന്ന് സാത്താന്റെ കയ്യിൽ നിന്ന് താക്കോൽ പിടിച്ചു വാങ്ങി അതിനകത്ത് അടിമകളായി കിടന്നിരുന്ന പഴയ നിയമ ഭക്തന്മാരെ തുറന്നെടുത്ത് പിതാവിന്റെ അടുക്കൽ പോകുന്ന വഴിയിൽ തേണ്ട മറിയയ്ക്ക് വെളിപ്പെട്ടേച്ച് പോവുക. പിതാവിന്റെ മുമ്പ് ഇവരെ കൊണ്ട് കാഴ്ച വെച്ചു പറഞ്ഞു, പിതാവേ, തേണ്ട നിൽക്കുന്നു ഞാനും നീ എനിക്ക് തന്ന മക്കൾ. യേശു ആ പിതാവിന്റെ അടുക്കലോട്ട് കയറിപ്പോകുന്ന പോക്കിനെ കുറിച്ച് 24-ാം സങ്കീർത്തനത്തിൽ ഒരു രേഖ കിടപ്പുണ്ട്. അന്നേരത്ത് ദൂതന്മാർ പാടുന്ന പാട്ടാ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടയുള്ള കഥകളെ ഉയർന്നിരിക്കുകയും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഞങ്ങളുടെ സങ്കീർത്തനത്തിൽ 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്നറിയാം. 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാം? ദൂതന്മാർ 2 പ്രാവശ്യം പാടും. ഇനി ഒരു പാട്ടുകളുണ്ട്, നമ്മളെ കൊണ്ട് പോകുമ്പോൾ ഇതേ പാട്ട് പാടിക്കഴിഞ്ഞ് ആദ്യത്തേത് പാടി, രണ്ടാമത്തേത് ഇനി അവർ പാടും. അവിടെ കുറിച്ച് വെച്ചിരിക്കുക, യുഗങ്ങൾക്ക് മുന്നമേ തന്റെ യേശു പിതാവിന്റെ മുമ്പിൽ ഈ പഴയ നിയമ ഭക്തന്മാരെ കൊണ്ട് കാഴ്ച വെച്ചു. കാഴ്ച വെച്ച് പിതാവിനോട് പറഞ്ഞു, പിതാവ് നോക്ക്, ഇവരാണ് പഴയ നിയമ ഭക്തന്മാർ. എനിക്ക് അനുരൂപയായ ഒരു മണവാട്ടിയെ ഇതിനകത്തൊന്നും എടുക്കാൻ ഇല്ല. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവ ഉള്ളതിനെ ഒന്നിനെയും എനിക്ക് കൊള്ളുകയില്ല. എനിക്ക് അനുരൂപയായ ഒരു മണവാട്ടി കൂട്ടത്തിൽ ഇല്ല. പിതാവേ, എനിക്ക് അനുരൂപയായ ഒരു മണവാട്ടി ഉണ്ടാകണമെങ്കിൽ ആത്മാവ് ഭൂമിയിൽ നിന്ന് ആ ജോലി വേണം. അതുകൊണ്ട് അങ്ങയുടെ ആത്മാവിനെ സഭയുടെ മേൽ അയക്കണേ. അവിടെ അപ്പോസ്തലന്മാർ വേണം, അവിടെ പ്രവാചകന്മാർ വേണം, അവിടെ സുവിശേഷകന്മാർ വേണം, അവിടെ ഇടയന്മാർ വേണം, അവിടെ അധ്യാപകന്മാർ വേണം, അവിടെ വിവിധ കൃപാകരങ്ങൾ വേണം, അവിടെ വിവിധ ആത്മപ്രവർത്തികൾ നടക്കണം. ഇത് ഒരുമിച്ച് നടന്നെങ്കിൽ മാത്രമേ ഒരു മണവാട്ടിയെ ഒരുക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ ആത്മാവിനെ ഭൂമിയിലേക്ക് അയക്കണമേ. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി മത്സരികളായി നമുക്ക് വേണ്ടി പിതാവിനോട് സമ്മാനം വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു എന്ന് എഫെസ്യർ പറയുന്നു. ഇങ്ങനെ പിതാവിന്റെ അടുക്കൽ പഴയ വിശുദ്ധന്മാരെ കാഴ്ചവെച്ച ശേഷം ആത്മാവിനെ തരയണം എന്ന് അപേക്ഷിച്ച ശേഷം യേശു വേഗത്തിൽ താഴെ വന്ന് ഇത്രയും ദൂരമൊക്കെ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു 15 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് എങ്കിലുമാണ് അറിയപ്പെട്ട പ്രപഞ്ചത്തിന്റെ അതിനപ്പുറത്താണല്ലോ സ്വർഗം. അതിങ്ങനെ പോവുകയും വരികയും ചെയ്യാമെന്ന് എൻ്റെ കർത്താവ്, അത് ദൈവത്തിൻ്റെ കാര്യം, അത് ദൈവത്തിനത് അറിയാം. ഇതിനിടയ്ക്ക് നിങ്ങളിൽ എത്ര പേര് കേട്ടെന്ന് എനിക്കറിയത്തില്ല, പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധ്യതയുള്ള ഒരു 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 പ്ലെയിൻ കണ്ടുപിടിച്ചാൽ നിങ്ങൾ എത്ര പേര് വായിച്ചായിരുന്നു? ഞാൻ വായിച്ചു. നിങ്ങളാരെങ്കിലും വായിച്ചു? പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗതയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയിൻ ലോകത്തിലെ മനുഷ്യനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ സൃഷ്ടാവായ ദൈവത്തിന് സമയം വിഷയമല്ല. ഞാൻ മുന്നോട്ട് പോട്ടെ. ഓക്കെ, പിതാവിന്റെ മുമ്പിൽ ഈ ഇവരെ കാഴ്ചവെച്ച് തിരിച്ച് താഴെ വന്ന് അരിമത്തിയിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ കൂടി. അവർ രണ്ടുപേര് യേശുവിന്റെ മുമ്പേ അവർ പോകുന്നത് അവർക്ക് വെളിപ്പെട്ടേച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നിങ്ങളിങ്ങനെ തർക്കിച്ചുകൊണ്ട് പോകുന്നതിന്? അവർ പറഞ്ഞു, ഞങ്ങളുടെ നായകനായ യേശു ഉണ്ടായിരുന്നു, അങ്ങനെ യൂതന്മാരെല്ലാം കൂടെ കൊന്നു, ഞാൻ വീണ്ടെടുപ്പുകാരനെന്ന് ഞങ്ങൾ കരുതി ഒത്തില്ല പോയി. യേശു അവരോട് ഒരു ചോദ്യം ചോദിച്ചു. പ്രവാചകന്മാർ പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധിയാണ്. ഭയങ്കരമാണ്. കുറെ വിശ്വസിക്കുന്നവനെ തമ്പുരാൻ കൊള്ളുകയില്ല. ഇന്ന് നിങ്ങളുടെ മേലൊരു അഭിഷേകം വേണമെങ്കിൽ കറക്ഷനായി ഞാൻ ഈ വരുന്നതിൽ
പ്രവാചകന്മാർ പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധിയെ കുറെയൊക്കെ വിശ്വസിക്കും, ബാക്കി വിശ്വസിക്കുന്നില്ല. ഞാൻ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാന്നൊന്ന് തൊട്ടോട്ടെ. സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ പോയാൽ എവിടെയോ എത്തുള്ളൂ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാന്ന് പറഞ്ഞു. പണ്ട് ലാസർ മരിച്ചു, ലാസറിനെ യേശു ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. സത്യമല്ലേ? അത് വിശ്വാസമല്ല, അറിവ്. ലാസറിനെ ഉയർപ്പിച്ചെന്നുള്ളത് അറിവ്. ഇനി ഒരിക്കൽ യേശുവിന്റെ മടങ്ങിവരവിൽ നമ്മളെല്ലാം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും, അല്ലേ? അതും വിശ്വാസമല്ല, അത് പ്രത്യാശയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ രണ്ടാം മുമ്പേ സഹോദരൻ പറഞ്ഞു, ഇപ്പൊ എന്റെ കയ്യിൽ മരിച്ചിരിക്കുന്ന ഇപ്പൊ എഴുന്നേൽക്കും എന്ന് അംഗീകരിക്കുന്നതിന് വിശ്വാസം എന്ന് വിളിക്കും. അതാ വിശ്വാസം. മറ്റേതൊക്കെ അറിവും പ്രത്യാശയും ഒക്കെയാണ്. നിങ്ങളിത് വിശ്വസിക്കുക. ഏതാ? പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ മുഴുവൻ വിശ്വസിക്കുന്നവനെ എനിക്ക് കൊള്ളത്തുള്ളൂ. ഞാനാണ് പൊട്ടനേക്കാൾ കഷ്ടമാണ്. കർത്താവ് പറഞ്ഞാൽ വിശ്വസിച്ചിരിക്കും. പിന്നെ അതിനകത്ത് യാതൊരു ചോദ്യവും ഇല്ല. കർത്താവ് പറഞ്ഞാണോ വിശ്വസിച്ചിരിക്കും. അങ്ങനെയുള്ളവരുടെ മേലെ അഭിഷേകം വരത്തുള്ളൂ. ബാക്കിയൊക്കെ അതിന്റെ ലെവലിന് വ്യത്യാസമുണ്ട്. എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ഇവരെ കൊണ്ട് ഇൻസ്ട്രക്ട് ചെയ്തു. പിന്നെ അവരുടെ പുറകെ നടന്നു. 40 രാപകലുകൾ ഈ ഭൂമിയിൽ വന്നും പോയി നിന്ന് അവരോട് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച ശേഷം ഒടുവിൽ പറഞ്ഞു, ഞാൻ പോവുകയാണ്. ഞാൻ പോയാൽ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്താ കാര്യം? അപ്പുറത്ത് നിൽക്കുന്ന ലൂസിഫർ ഈ സ്റ്റിൽ ഓൺ സ്റ്റാൻഡ് ബൈ. അവനെ പിടിച്ച് താത്തേച്ച് അവന്റെ കയ്യിലേക്ക് തിരിച്ചു പിടിക്കാനാണ് നിങ്ങളെ ഞാൻ അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അവർ കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവരെ ആത്മാവിനാൽ നിറച്ചു. ആ നിറവിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ പറയാനൊക്കത്തില്ല. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ആത്മാവിനാൽ നിറഞ്ഞു. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നേരെ മേ ബി സെയിം ഡേ നെക്സ്റ്റ് ഡേ അവരിൽ 2 പേർ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ പടിക്കലെത്തി. അവിടെ തേടിയിരിക്കുന്ന ഒരു മുടന്തൻ, അമ്മയുടെ ഉദരം മുതൽ മുടന്തനായി 40 വയസ്സിലധികം പ്രായമുള്ള ഒരു പുള്ളി അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരു ശരീരത്തിന്റെ ഒരു അവയവം ഒരു 2-3 വർഷം ഉപയോഗിക്കുക, 6 മാസം ഉപയോഗിക്കാതിരുന്ന പിന്നെ അത് കൊള്ളുകയാണ് പോയി. കഷ്ടകാലത്തിന് എൻ്റെ കൈ ഒടിഞ്ഞു വരുന്നത് എനിക്കിപ്പോൾ വയസ്സ് വരരുതെന്ന് പ്രാർത്ഥനയുണ്ട്. ഒടിഞ്ഞു പോയാൽ കാസ്റ്റൊക്കെ ഇട്ട് വെച്ച് ഡോക്ടർ പറയും എന്നും ഇങ്ങനെ അനക്കിക്കൊണ്ടിരുന്നോളൂ. അതെന്തിനാണ് ഡോക്ടർ? എടാ അനക്കിയില്ല, പിന്നെ ഇത് അനങ്ങുകയില്ല. 5-6 ആഴ്ച കഴിഞ്ഞ് പിന്നെ അനക്കാൻ ചെന്നാൽ അനങ്ങുകയില്ല. ഇവിടെ ഒരു പുള്ളി ഇരിപ്പ മുടന്തന എന്ന് തുടങ്ങിയത് 40 കൊല്ലം കഴിഞ്ഞു. ഇവന്റെ ശരീരം എല്ലാം പോയതാണ്. അഥവാ ഒരു മസിൽ കൊള്ളാവുന്നുണ്ടെങ്കിൽ ഓൾറെഡി ഡെഡ്. ആ പരുവത്തിലിരിക്കുന്ന ഒരു പുള്ളി പത്രോസ് അടുത്ത് എന്നൊരു ചോദ്യം ചോദിച്ചു. വെള്ളി പൊന്നി ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് തരാം. നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാം. ലൂസിഫർ പിടിച്ചു വെച്ചിരുന്ന മുടന്തനെ പിടിച്ചു നോക്കി. എന്റെ പോയിന്റ് ലൂസിഫറാ. അവൻ പിടിച്ചു വെച്ചിരുന്ന മുടന്തനെ അവന്റെ മുമ്പിൽ വണങ്ങിയേച്ചല്ല, ഞാൻ അന്നേരം അവന്റെ മുമ്പിൽ വണങ്ങിയേനെ. ഈ പത്രോസും യോഹന്നാനും കൂടെ പോയ കൂട്ടത്തിലല്ലേ പത്രോസ് ഈ പണി കാണിച്ചേ. എമ്മേവറീസും പത്രോസും കൂടെ ആയിരുന്നു പോയിരുന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ല പത്രോസ് തുടരുത്. ഇവിടെ കേപ്പോരും ഗെയിമിങ്ങും ഒക്കെ ഉള്ള വലിയ സഭയായത്. ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെ അനുവാദം കൂടാതെ കയറി പിടിച്ചു കഴിഞ്ഞ് ശല്യമായി തീരും. എടാ തുടരുത്. ഞാൻ നിർത്തിയേനെ. പത്രോസിനോട് തിരിച്ചു പറഞ്ഞത്, എമ്മേവറീസ് എടാ അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയേച്ച അല്ലടാ, അവനെ മുട്ടുകുത്തിച്ചാണ്. ആരോടും ഒരു അനുവാദം ചോദിക്കാതെ കയറി ഒരു പിടി ഇനി പിടിച്ചു. അതിനെ അനുവാദം ചോദിച്ചാൽ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കമ്മിറ്റിക്കാരുടെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ അവർ ഒരു ഇറങ്ങടായി വിടുന്ന നസ്രായന്റെ നാമവും കൊണ്ട് വന്നിരിക്കുന്നു. അതും ശബത്ത് കൂടെ. ഓക്കെ, കമ്മിറ്റിക്കാരൻ വിവരമില്ലായിരിക്കും. ഞാൻ അച്ഛനിലേക്ക് പോയി ചോദിച്ചു, അച്ഛൻ ഒന്നും ഇങ്ങനെ ഇരിക്കുന്നു, പത്രോസ് വന്നിട്ടുണ്ട്, ഭയങ്കര രോഗശാന്തിക്കാരനെ അച്ഛൻ അറിയാൻ വയ്യ, എൻ്റെ ടീച്ചർക്കിന് വേണ്ടി ഇരിക്കാൻ തന്നിട്ട് 40 കൊല്ലമായി, അങ്ങ് എഴുന്നേപ്പിച്ച് വിടട്ടെ. അയാൾ എന്നെ തൊഴിക്കും. മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചാൽ എന്നെ ശപിക്കും. പക്ഷെ പത്രോസ് മെനക്കേടി ഒന്നും പോകാതെ അവന്റെ കയ്യിലോട്ട് പിടിച്ച് ഒരു പോക്ക് വെച്ചു. പത്രോസിന്റെ കയ്യിലൂടെ ദൈവശക്തി ഇന്ന് ജീവൻ പകരുന്ന ദൈവശക്തി ചില നിർജീവ സ്ഥാനങ്ങളിലേക്ക് പകരുക. നിങ്ങൾ ചില കൈകളെ സ്വർഗം പിടിച്ചു നോക്കി. അവിടെ മുതൽ വേല ആരംഭിച്ചു. യേശുവിന്റെ സഭ വളരാൻ തുടങ്ങി. ഒടുവിൽ സഭയ്ക്കുള്ള ലേഖനങ്ങൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ ലൂസിഫർ തീർന്നിട്ടില്ല. അവനെ ഓരോ ഇൻസിഡന്റിൽ കീഴടക്കി അവന്റെ കയ്യിലിരിക്കുന്ന ചിലതിനെ പിടിച്ചെടുക്കുന്നതേ ഉള്ളൂ. മുഴുഭൂമിയും തിരിച്ചു പിടിച്ചിട്ടില്ല. ആ കാര്യം മാർക്ക് തിരിച്ചു പിടിച്ചു പോയിരുന്നെങ്കിൽ പിന്നെ നമ്മളെന്നെ ചെയ്തേ. ഒരിക്കലെ ഒരു കഥാദാസൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. യേശു ഈ ദേവാലയത്തിൽ എത്ര പ്രാവശ്യം വന്നല്ലേ? യേശുവിന്റെ അടുത്ത് വന്നിട്ടുള്ള സകല രോഗിയെ യേശു സൗഖ്യമാക്കിയെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? ഈ മുടങ്ങൽ അവിടെ തന്നെ ഇരിപ്പില്ലായിരുന്നു. യേശു എത്ര പ്രാവശ്യം ഈ ദേവാലയത്തിൽ വന്നിട്ട് എന്താ യവനെ സുഖമാക്കാതെ പോയത്? നമുക്ക് സുഖമാക്കാൻ ഒരാൾ വേണ്ടേ?
പത്രോസിനെ കരുതി അവനെ ഇട്ടേച്ച് പോയതാണ്. നമുക്ക് എഴുന്നേൽപ്പിക്കാൻ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് നമ്മുടെ അവർ കിട്ടിയിരിക്കുക. ഓക്കെ, ലൂസിഫർ ഇതുവരെ തീർന്നിട്ടില്ല. ഇന്നും അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുക. അവൻ ഇന്നും ക്രിയ ചെയ്യുക. ഇനി ഞാൻ ആ ഭാഗത്തോട്ട് തിരികട്ടെ. അവൻ ഇന്നും ക്രിയ ചെയ്യുക. സുവിശേഷങ്ങൾ ഇങ്ങോട്ട് എഴുതി വന്നു, ഉപദേശങ്ങൾ എഴുതി, ലേഖനങ്ങൾ തീർന്നു. അന്തിമ സഭയ്ക്കുള്ള അന്തിമ ദൂത് എഴുതുമ്പോൾ രണ്ട് യൂദ അപ്പോസ്തലൻ മുഖേന വീണ്ടും എഴുതുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചാൽ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് നിൽക്കുന്നുവെന്ന് തോന്നുന്ന നിന്നെ വിശ്വാസത്തിൽ നിന്ന് താഴെ വലിച്ചെറിയുവാൻ ഇന്നും ലൂസിഫർ ശ്രമിക്കുക. അവന്റെ കയ്യിൽ പിടിപെടാതിരിക്കുവാൻ ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് ആവശ്യമെന്ന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമായി വന്നിരിക്കുന്നു. ഞാൻ യൂദയുടെ ലേഖനത്തിൽ 2-3 കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. യൂദ പറഞ്ഞ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന ചിലത്, ഒന്ന് വിശ്വാസത്യാഗം സംഭവിക്കും. പണ്ടുണ്ടായിരുന്ന വിശ്വാസം, അത് നമ്മുടെ അപ്പൂപ്പന്മാർക്ക് മക്കളെയാണ് അമ്മമാരെങ്ങനെ പറഞ്ഞാണെന്നേ, അത് ആരാണ്ട് ഉമ്മ പറഞ്ഞുണ്ടാക്കിയാണെന്നേ, വിടന്നേ മോനെ. വിശ്വാസത്യാഗിയായ നീ ചാത്താൻ നിന്നെ പറിച്ചു വിടുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അത് ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരു പിതാക്കന്മാരും പറഞ്ഞതല്ല, തമ്പുരാൻ അയച്ച ദൈവിക വിശ്വാസമാണ്. വിശുദ്ധന്മാർ ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമാണ്. അതിനകത്ത് എന്തൊക്കെ വരുമെന്ന് വിശ്വാസത്യാഗം സംഭവിക്കും. അത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കൂ. 2, ചിലർ ബിലയാമിന്റെ ഉപദേശവും കൊണ്ടുവരും. ബിലയാമിന്റെ ഉപദേശം എന്തായിരുന്നു? വേർപാട് ലംഘനം. ജനം ജാതികളെ പോലെ ആയാൽ, ജനം ജാതികളെ പോലെ നടന്നാൽ ദൈവം തന്നെ ജനത്തെ കൈവിടുമാകയാൽ ഇവരെ ജാതികളെ പോലെ ആക്കുവാൻ, ജാതികളുമായി ഇടകലർത്തുക എന്നത് ബിലയാമിന്റെ ഉപദേശമാണ്. അത് പിടിച്ചിരിക്കുന്നവർ നിനക്ക് വരും. ചിലർ കായീന്റെ ഉപദേശം പിടിക്കുന്നവർ നിന്റെ അടുക്കൽ വരും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി പ്രസാദിക്കട്ടെ, ഞാൻ ഇങ്ങനെ ആരാധിക്കുന്നത്, ദൈവത്തിന് പ്രസാദമോ അന്വേഷിക്കാൻ എനിക്ക് നേരമില്ല, എന്റെ സൗകര്യമില്ല, ദൈവത്തിന് അറിയത്തില്ല എന്റെ സൗകര്യം. കായീന്റെ ഉപദേശം പിടിക്കുന്നവർ വരും. അവന്റെ വേറൊരു പ്രത്യേകത, അടുത്തൊന്ന് ഒരു കൂടി ജ്യേഷ്ഠാവകാശം വിറ്റുകളയുന്ന യേശാവിന്റെ ആളുകൾ നിന്റെ അടുക്കൽ വരും. തൽക്കാലത്തെ കാര്യസാധ്യത്തിന് വേണ്ടി ബാക്കിയൊക്കെ വിടാനിടാ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ്. പിന്നീടാട് എന്ന് പറയുന്ന രാജ്യത്ത് ഞങ്ങൾ 10-17 ദിവസം താമസിച്ചു. അവിടെ ഞാൻ ഒരു പാസ്റ്ററെ വീട്ടിൽ താമസിച്ചു. അത്ര ഞാൻ പറയത്തില്ല, ഇപ്പൊ പൊതുസ്ഥലമായിട്ട് അദ്ദേഹത്തിന്റെ പാസ്റ്ററുടെ പേര് പറയത്തില്ല. പിന്നീടാടിന്റെ പ്രത്യേകത, 5 തലമുറകളായി ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ആളുകൾ തോന്നിയ പോലെ വളർന്ന ഒരു രാജ്യം. ഒരു 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 ആത്മ സംസ്കാരം ഇല്ലാത്ത രാജ്യം. പക്ഷെ ഞാനീ താമസിച്ച ഒരു പാസ്റ്ററുടെ വീട്ടില. ആ പാസ്റ്ററുടെ മൂത്ത മകൾ അന്ന് ലണ്ടനിൽ പഠിക്കുക, സം എഞ്ചിനീയർ. ഇവളെ അവധിക്ക് വന്നിട്ടുണ്ട്. അവിടെ കൂടെ ഒരു 4-5 ബോയ് ഫ്രണ്ട്സും ഉണ്ട്. രണ്ടാമത്തേത് ഒരു പയ്യനാണ്. അവൻ്റെ ഒരു കാതയെ കൂടെ ഏതാണ്ടെങ്കിലും തൂക്കിയിട്ടുണ്ട്, മറ്റേത് വേറെ ഏതാണ്ട് തൂക്കിയിട്ടുണ്ട്. ഇവനെ ഡ്രം അടിക്കുന്നത്. ഇവനും കൊണ്ട് ഒരു 4-5 ഗേൾ ഫ്രണ്ട്സ്. ഏറ്റവും ഇളയതൊരു പെണ്ണാണ്. അവിടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, കാൻഡി. നല്ല പേരാണ്, കാൻഡി. 40 ദിവസത്തെ ഉപവാസമാണ് ചെല്ലുമ്പോൾ. അവൾ ഫുൾ ടൈം ഗോസ്പൽ വർക്കിന് വേണ്ടി കമ്മിറ്റ് ചെയ്ത് മിഷണറി ആകാൻ വേണ്ടി 40 ദിവസം ഉപവാസമാണ്. അവൾക്കുമുണ്ട് 4-5 ബോയ് ഫ്രണ്ട്സ്. അതിലവളെ കല്യാണം കഴിക്കാതിരിക്കുന്നത് ഒരു മുസ്ലിം. കാൻഡി എന്തോ വിരോധാഭാസമാണ് കാൻഡി കേൾക്കുന്നത്. സോ വാട്ട്, ദാറ്റ് ഈസ് ഹിസ് ഫെയ്ത്ത്, ദിസ് ഈസ് മൈ ഫെയ്ത്ത്, ഹി വോണ്ട് ഇന്റർഫിയർ. കുഞ്ഞേ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം. ആഫ്റ്റർ മാരേജ് ഐ വിൽ ബ്രിങ് ഹിം ഓൾസോ. ബിലയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ നിനക്കുണ്ട്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളയുന്നവർ നിനക്കുണ്ട്. സൂക്ഷിച്ച്, എങ്കിൽ വീഴാതെ നിങ്ങളെ നടത്തുന്നു. വരികയാണ്. ഒടുവിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കയറുക. ഇതെല്ലാം കഴിഞ്ഞാൽ യേശു അഭിഷേകം ചെയ്യുന്നത്. ഇന്ന് നമുക്കൊരു അഭിഷേകം വേണമെങ്കിൽ ഇത് മുഴുവൻ ഓർത്തോണം. ക്രിസ്ത്യാനിത്വത്തിന്റെ തത്വം എന്തുവാ, ഇതിന്റെ താഴോട്ട് ഇറങ്ങുന്നതിനെ കിട്ടത്തില്ല. സഭയുടെ വാതിൽ വിസ്താരമാക്കിയാൽ കൂടുതൽ ആളുകൾ അകത്ത് കയറും. അതുകൊണ്ട് പ്രമാണങ്ങൾ ഓരോന്ന് മാറിയാൽ, ഓരോന്നോരോ അയച്ചു വിട്ടാൽ കൂടുതൽ ആൾ അകത്ത് കയറും. പക്ഷേ ജനം ചെല്ലുന്നത് നരകത്തിലായിരിക്കും. ബിഷപ്പ് ടി.ഡി. ജെയിംസ് ഒരിക്കൽ പറഞ്ഞൊരു പദം എനിക്ക് അദ്ദേഹത്തെ പൊതുവെ ഇഷ്ടം. ബിഷപ്പ് ടി.ഡി. ജെയിംസ് ഒരിക്കൽ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും രാവിലെ ലൂസിഫർ നരകത്തിൽ നിന്ന് ഓരോ ലക്ഷറി ബസ് എല്ലാ പള്ളിയിലേക്കും അയക്കും. അമേരിക്കയുടെ സാഹചര്യമാണ് പറഞ്ഞത്. അവിടെ ലക്ഷറി ബസ്സിലെ ആൾ കയറുള്ളൂ. ആഫ്രിക്കയിലാണ് ലക്ഷറി ഇല്ലാത്ത ബസ്. നമ്മുടെ അവിടെ സൈക്കിളായാലും മതി. എല്ലാ ഞായറാഴ്ച ലൂസിഫർ ഓരോ ബസ് എല്ലാ പള്ളിയിലേക്കും അയക്കും. നമ്മുടെ ഉപദേശമാരുടെ ജോലി ഈ ബസ്സിൽ ആൾ കയറ്റുക. കേരടാ കേരടാ കേരടാ, കൈ വെക്കടാ, നീ തോന്നിയ പോലെ ജീവിച്ചോ, കൈ വെക്കടാ, കേരടാ ബസ്സിൽ, ഇത് നരകത്തിൽ കൊണ്ട് ഇറക്കും.
ഇത് കേറാതെ ശ്രദ്ധിച്ചോണേ, ദൈവിക വേർപാട് കളയരുത് എന്ന് വിളിച്ചു പറഞ്ഞൊരു മെസ്സേജ് എന്റെ ഓർമ്മയിൽ കിടക്കുന്നു. ഞാൻ മുന്നോട്ട് പറയട്ടെ, വെളിപ്പാട് പുസ്തകത്തിലോട്ട് കയറി. അത് ഉപദേശത്തിന്റെ പെശകിൽ ഒരു കൂട്ടർ നരകത്തിലേക്ക് മാറുമ്പോൾ സത്യോപദേശം എന്തെന്ന് പറയേണ്ടതിന് ഒരു കാരണവുമായി ഞാനെങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞിരിക്കുക. ഞാനൊരു ബ്രാക്കറ്റിൽ പറഞ്ഞോട്ടെ, ബാംഗ്ലൂർ ചർച്ച് ഒരുപാട് പ്രശ്നം കഴിഞ്ഞ ഗവൺമെന്റിൽ നിന്ന് സഫർ ചെയ്യും. അന്നൊരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഈ ഗവൺമെന്റിനെ എടുത്ത് കളഞ്ഞ ശേഷം ഞാൻ രണ്ടാമതൊരു ഗവൺമെന്റിനെ കൊണ്ടുവരാം, അതിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. പറഞ്ഞത് ഞാൻ അതുപോലെ ചെയ്തു. ആ ഗവൺമെന്റിനെ എടുത്ത് കളഞ്ഞു, സഭയ്ക്ക് അനുകൂലമായി മറ്റൊരു ഗവൺമെന്റിനെ കൊണ്ടുവന്നു. തുടർന്ന് അതേ ഒരു ദിവസം പറഞ്ഞു, മന്ത്രിമാരിൽ ഒരുവൻ നിന്റെ കൂടെ ഇറങ്ങി നടന്ന് ജോലി ചെയ്യുവാൻ, ഈ BJP ചെയ്തതിന് വിപരീതമായി കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ എഴുന്നേൽപ്പിച്ച് തരും. അങ്ങനെ ചർച്ചിൻ്റെ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായി. നാളെ അയാൾ മന്ത്രിയായില്ല. ഒരു 10 പ്രാവശ്യം പറഞ്ഞു, ഇപ്പോൾ അതൊന്നും ഇതുവരെ ആയില്ല. ഇപ്പം ഞാൻ വെളിയിലോട്ട് ഇറങ്ങി നിന്നുകൊണ്ട് 2-3 കോൾ എടുത്ത് ഒന്നെൻ്റെ മൂത്ത ഇളയ മോനെ കിട്ടി. അവരുടെ കിച്ചട അയാൾ മന്ത്രി ആകുകൂടാ നാളെ. ഡാഡി ഗവൺമെന്റിന്റെ കാര്യം പറയാൻ പറ്റത്തില്ല, ഇപ്പം അവരെ പറഞ്ഞു വെച്ചിരിക്കുന്ന ആകുമെന്ന്. അയാൾ മന്ത്രി ആയാൽ ഇമ്മീഡിയറ്റ്ലി അയാൾ എടുത്ത് ചെന്ന് ഈ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചത്. അന്നേരത്തെ അവരെന്നെ UK വന്നു. ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ടിജോ തോമസ് എന്നെ വിളിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ടിജോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു VIP ഒരു സ്റ്റേഷനിൽ വന്നാൽ അവിടെയുള്ള സകല ന്യൂസുകാരുടെയും ക്യാമറ ആ ഒറ്റ മനുഷ്യന്റെ നേരെ ഫോക്കസ് ചെയ്യും. ഇതുപോലെ UK-യിൽ ഒരു കൂട്ടം ക്യാമറ നിനക്ക് നേരെ ഫോക്കസ് ചെയ്തിരിക്കുക. നീ എന്ത് ചെയ്യുമെന്ന് കാണുവാൻ ദൂതന്മാർ നോക്കി നിൽക്കുക. പോയി ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് രതീഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധന്മാരോട് ഇങ്ങനെ പറയുന്നത്, UK-യിൽ ഉപദേശത്തിനാൽ അലഞ്ഞു പോകുന്ന ചിലതിന്റെ നടുവിൽ നിന്ന് ഉപദേശത്തിന്റെ പെശകി ചൂലുകൊണ്ട് അടിച്ചു കളയുന്നത് പോലെ അടിച്ചു കളയുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. പോയേ പറ്റൂ. ഇമ്മീഡിയറ്റ്ലി ഞാനൊരു 5 പേർക്ക് ഒരു ഇമെയിൽ എൻ്റെ അടുത്ത് പെട്ടെന്ന് കിട്ടി. 5 ഇമെയിൽ എഴുതി. ഞാൻ UK-ക്ക് വരുന്നു. ഒറ്റ കൺവെൻഷൻ ആരും ക്രമീകരിച്ചിട്ടില്ല, എന്നെ വിളിക്കാതെ ഞാൻ പോയിട്ടില്ല. ഇതുവരെ വന്നോട്ടെ അങ്ങോട്ട് ചോദിച്ചൊരു സിസ്റ്റം ഈ 68 വയസ്സിൽ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ എവിടെ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാവുന്ന 5 പേർക്ക് ഞാൻ മെയിൽ അയച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കൺവെൻഷൻ കോർഡിനേറ്റ് ചെയ്യാൻ, മീറ്റിംഗ്സ് കോർഡിനേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നല്ലത്. ഞാനൊരു 10 ദിവസത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ മെയിൽ അയച്ചു. 10-15 മിനിറ്റിനകം സജികൊല്ലൻ ഒരു ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ക്രമീകരിച്ചോളാം. എവിടെയൊക്കെയാണ് മീറ്റിംഗ് പറഞ്ഞു, എവിടെയൊക്കെയാണ് ദൈവം പറയാൻ എൻ്റെ ഒന്നുമില്ല. പാസ് കോർഡിനേറ്റ് ചെയ്യുമല്ലോ, ചെയ്യും. ദാറ്റ്സ് ഫൈൻ. അങ്ങനെ ഞാനിവിടെ വന്നത്. എനിക്കൊരു മാൻഡേറ്റ് ഉണ്ട്. ദുരുപദേശത്തെ എടുത്തു കാണിക്കുന്നതിന്റെ ഭാഗമാണ്. പറഞ്ഞേ മതിയാകും. ഞാൻ വെളിപ്പാട് പുസ്തകത്തിലോട്ട് കയറി. വെളിപ്പാട് പുസ്തകത്തിൽ 7 ലേഖനങ്ങൾ 2-3 അധ്യായങ്ങളിലുണ്ട്. അത് ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്. സഭയ്ക്കുള്ള 7 ലേഖനങ്ങൾ ഇന്റർനെറ്റിൽ കാണാം. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. എൻ്റെ കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. സഭയ്ക്കുള്ള 7 ലേഖനങ്ങൾ 18 മണിക്കൂറാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സിമ്പിളായിട്ട് കേട്ടിട്ടുണ്ടെന്ന് പറ്റത്തില്ല. 18 മണിക്കൂറാണ്. സഭയുടെ 7 കാലഘട്ടങ്ങളെ എടുത്തുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ സഭയ്ക്കുണ്ടാകുന്ന വളർച്ചയും തളർച്ചയും എഴുതിയിരിക്കുന്നതാണ് ആ 7 ലേഖനങ്ങൾ. അതിൽ ഒന്നാമത്തെ സഭയോട് പറയുമ്പോൾ, ഒന്നാമത്തെ സഭ അപ്പോസ്തോലിക സഭയാണ്. അപ്പോസ്തലന്മാർ നേരിട്ട് ഭരിക്കുന്നതാണ്. അവിടെ വലിയ വിഷമൊന്നുമില്ല. ഒന്നാം സഭ ഒരുപാട് നന്മകൾ പറഞ്ഞേച്ച് പറഞ്ഞു. ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ നിനക്ക് പിന്മാറ്റം തുടങ്ങി. ഈ കുറ്റവും പറഞ്ഞേച്ച് വീണ്ടും ഒരു നന്മ എടുത്തു പറഞ്ഞു. അതെന്തോ ഓർക്കുന്നുണ്ടോ? നിക്കലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിന്നെ കുറിച്ച് പറയാനുണ്ട്. അത് ഞാനും പകയ്ക്കുന്നു. നിക്കലോവ്യരുടെ നടപ്പെന്ത്? നിക്കലോവ്യരുടെ നടപ്പെന്ത്? ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് പൊതുവെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 5 പ്രാവശ്യം എഴുതിയിരിക്കുന്നത് ഇതൊരു മാർഗം. ക്രിസ്ത്യാനിത്വം പറയുന്നൊരു മതമല്ല, ഇതൊരു ജീവിത ശൈലിയും ഇതൊരു നടപ്പാണ്. ഈ മാർഗക്കാർ നിക്കലോവ്യർക്ക് വേറൊരു നടപ്പുണ്ട്. ക്രിസ്ത്യാനിക്ക് ഒരു നടപ്പുണ്ട്, ഇതൊരു മാർഗമാണ്. നിക്കലോവ്യന് വേറൊരു നടപ്പുണ്ട്. ആ നടപ്പ് നീ പകയ്ക്കുന്നു. നിക്കലോവ്യരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാം. 2ാം കാലഘട്ടത്തിലെ സഭയിൽ നിക്കലോവ്യരെ കുറിച്ച് മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് വേറെ കുറെ പ്രശ്നമൊക്കെ ആയി. 3ാം കാലഘട്ടത്തിലെ സഭയോട് പറയുകയാണ്, നിക്കലോവ്യരുടെ ഉപദേശം പിടിക്കുന്നവർ നിനക്കുണ്ട്. എടാ, 1ാം സഭയിൽ നടപ്പുണ്ടായിരുന്നു, അത് നീ പകച്ചു. 3ാം സഭയിൽ ഉപദേശം കയറി. ഇത് തമ്മിലുള്ള വ്യത്യാസം പറയാം. ഞാൻ ഇന്ന് ഏറെക്കുറെ വെള്ളം എടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്നത്. പാസ് വെള്ളം ഇട്ടിരിക്കുന്നു, നല്ല കാര്യം. ഇവിടെ വെള്ളം ഇട്ടൊരു പലരുണ്ട്. പക്ഷേ ഈ ഉപദേശം അല്ലേ. ഞാൻ ചിലപ്പോൾ നാളെ വേറെ ഇദ്ദേഹം ഇട്ടേക്കാം, എനിക്കറിയില്ല.
ഇവിടെ വെള്ള പറ്റത്തുള്ളെന്ന് ഒരാൾ പറഞ്ഞാൽ അത് ഉപദേശം. നടപ്പങ്ങ് മുറുകി അതിന്റെ അങ്ങേയറ്റത്താണ് ഈ ഉപദേശമായി മാറി. നിക്കലോവിയുടെ നടപ്പ് നീ പറിച്ചു, അന്ന് നടപ്പേ ഉള്ളൂ. പക്ഷെ 3-ാം കാലഘട്ടമായപ്പോഴേക്കും അവന്റെ ഉപദേശമായി മാറി. നിക്കലോവിയുടെ നടപ്പെന്ന്, നിക്കലോവിയെ ആരെ അവരുടെ ഉപദേശമെന്ന്. വേറെ ഒന്നും ഇന്ന് തൊടാൻ നോക്കുക. ഉപദേശം തൊടാൻ വേണ്ടിയാണ് ഇനി വരുന്നത്. അവരുടെ നടപ്പെന്ന്, അവരുടെ ഉപദേശമെന്ന്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ ഒന്നാമത്തെ പ്രശ്നം, മേശകളിൽ ഒരു കൂട്ടം വിധവമാരെ അഗണ്യമായി കരുതുന്നു. സെറ്റ് തിരിഞ്ഞ് ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് എത്തിനിക് പ്രോബ്ലം അവരുടെ ഇടയിലാണ്. ഈ എത്തിനിക് പ്രോബ്ലത്തിൽ ഒരു കൂട്ടം വിധവമാർക്ക് യോഗ്യമായി ആഹാരം വിളമ്പുന്നില്ല എന്നുള്ളത് കൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞു, ഒരു കമ്മിറ്റിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ആ കമ്മിറ്റിയിൽ 7 പേരുണ്ടായിരിക്കണം. അവിടുത്തെ 7 പേരുടെ കൂട്ടത്തിൽ 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ 7-ാമന്റെ പേര് നിക്കലാവോസ് എന്നാണ്. ഇവന്റെ ഗുണങ്ങൾ: ഒന്ന്, ഇവൻ യഹൂദ മതാനുസ്. ഒന്നാമത്തേത് ആത്മനിറവും നല്ല സാക്ഷ്യവുമുള്ള 7 പേരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആത്മനിറവും നല്ല സാക്ഷ്യമുണ്ട്. 2, നിക്കലാവോസിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു 5-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത്, യഹൂദ മതാനുസാരിയും, യഹൂദനല്ല യഹൂദ മതാനുസാരിയും, 2 അന്ത്യോക്യക്കാരനുമായ നിക്കലാവോസ്. അങ്ങനെയാണ് ഞാൻ 4 ലക്ഷണങ്ങൾ അവന് ഒരുമിച്ച് കൊണ്ടുവരിക. 1, അവൻ ആത്മനിറവുള്ളവന്. 2, നല്ല സാക്ഷ്യമുള്ളവന്. 3, ഇവൻ യഹൂദ മതാനുസാരിയാണ്. ഞാനത് പിന്നെ വിശദീകരിച്ചോളാം. 4, അവൻ അന്ത്യോക്യക്കാരനാണ്. അന്ത്യോക്യക്കാരൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഉണർവുകാരൻ എന്നാണ്. യെരുശലേമിലെ സഭ ദൈവിക മാൻഡേറ്റിൽ നിന്ന് വെളിയിൽ പോയി. ഇനി യവന്മാരെ ഉപയോഗിക്കാൻ ഒക്കുകയെന്ന് ദൈവത്തിന് ഉറപ്പായി സാഹചര്യത്തിലാണ് ഉണർവ് അന്ത്യോക്യയിൽ കത്തുന്നത്. യെരുശലേംകാരനായിരുന്ന പൗലോസിനെ യെരുശലേം സഭയെ കൊണ്ട് കൈവെപ്പിക്കാതെ അദ്ദേഹത്തിന്റെ മേൽ കൈവെക്കാൻ തന്നെ അന്ത്യോക്യ കൊണ്ടുപോയി. ഉഴപ്പനെ തമ്പുരൻ തള്ളും. ഉണർവ് വ്യാപരിക്കുന്ന ഇടമാണ് അന്ത്യോക്യ. ഇവൻ അന്ത്യോക്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഉണർവുകാരനാണ്. ഇനിയും യഹൂദ മതാനുസാരി. ചരിത്രം പഠിപ്പിക്കുന്നത് ഇവൻ ഒരു നോസ്റ്റിക് ചിന്താഗതിക്കാരനായി. നോസ്റ്റിസം തൊടും, അന്നേരത്തെ തിരിച്ചു വരാം. ഇവനൊരു എന്നാന്ന് ഇപ്പോഴേ പറഞ്ഞു മനസ്സിലാവും. നോസ്റ്റിസം എന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്വപ്നം കണ്ടു, ദൈവം എന്നോട് ഇപ്പോൾ സംസാരിച്ചു. ബൈബിളിലുള്ളതൊന്നുമല്ല, എന്നോട് നമ്മൾ സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഭയങ്കര വെളിപ്പാട്. അതിതാ ബൈബിളിലുള്ളതൊന്നുമല്ല, എനിക്കൊരു വെളിപ്പാട്. ഇങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുന്ന കള്ളപ്രവാചകന്റെ ഒരു ശൈലിയാണ് ഈ നോസ്റ്റിസം എന്ന് പറയുന്നത്. ഇവൻ ആരായിരുന്നു? ഇവന്റെ അകത്ത് ഈ നോസ്റ്റിസത്തിന്റെ ഏതാണ്ടൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. അത് കംപ്ലീറ്റ്ലി മാറിയിട്ടില്ല. അവിടെ നിന്നാണ് ഇവൻ യഹൂദനായി മാറുന്നത്. യഹൂദനായിട്ട് ഇവൻ മാറാനുള്ള കാര്യം, പുരോഹിതന്മാരുടെ അധികാരവും പൗരോഹിത്യവും ഇവനങ്ങ് ഇഷ്ടപ്പെട്ടു. ആർക്കാ ഇഷ്ടപ്പെടാത്ത? 4 പേര് എൻ്റെ കീഴെ പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലേ? ഇവനും ഇഷ്ടപ്പെട്ടു. പൗരോഹിത്യത്തിന്റെ ഇവന്റെ അകത്ത് കിടപ്പുണ്ട്. ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് ഇവൻ ക്രിസ്ത്യാനിയാകുന്നത്. ഇവിടെ വന്നതോടെ, ഇവന് സ്വാതന്ത്ര്യമായതോടെ നിക്കലാവോസ് ജീവിതത്തിൽ പെശകി. ഞാൻ 68-ാമത്തെ വയസ്സിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. നിക്കലാവോസ് ഒരു പെൺകുട്ടിയെ മലിനമാക്കി. ആ കുറ്റത്തിൽ അവനെ പിടിച്ചു. പിശാചിന്റെ 1-ാമത്തെ അടവ് സെക്ഷൽ ഇമ്മൊറാലിറ്റിയാണ്. ഇവനെ പിടിച്ചതോടെ ഇവൻ പറഞ്ഞു, യേശു കാൽവറിയിൽ മരിച്ചു, കൃപയാൽ നമുക്ക് രക്ഷ കിട്ടി. രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല, കൃപയാൽ നാം രക്ഷപ്പെട്ടു. വേണ്ടടാ, നീ പോകോളാൻ പറഞ്ഞ് അവനെ പുറത്താക്കി. നിക്കലാവോസിനെ മുടക്കുന്നത് ആരാ? പോളിക്കാർപ്പ് ബിഷപ്പ് നിക്കലാവോസിനെ പുറത്താക്കി. നിക്കലാവോസിനെ കുറിച്ച് പോളിക്കാർപ്പ് പറഞ്ഞ വാചകം, നീ സാത്താന്റെ ആദ്യജാതന, നിന്നെ ഞങ്ങൾക്ക് ശരിയാകില്ല. അവനെ പുറത്താക്കി. നിക്കലോവിയുടെ നടപ്പ് നീ പകച്ചു. പക്ഷേ അടുത്ത 2-3 നൂറ്റാണ്ട് കൊണ്ട് ഇവന്മാർ തിരിച്ചു കിട്ടി. ഇവർ വിളിച്ചു പറഞ്ഞു, യേശു കാൽവറിയിൽ മരിച്ചു, കൃപയാൽ മരിച്ചതുകൊണ്ട്, കൃപയാൽ നമുക്ക് രക്ഷ ലഭിച്ചതുകൊണ്ട് ഇനി പ്രവൃത്തികൾ കാരണമല്ല, കൃപയാണ്. 12 ഉപദേശങ്ങളാണ് ഈ നിക്കലോവിയുടെ ഉപദേശം. 1, പഴയ നിയമത്തിലെ ദൈവം കോപിഷ്ഠനാണ്, ശിക്ഷിക്കുന്ന ദൈവമാണ്, നമുക്ക് അങ്ങനെ വേണ്ട. പുതിയ നിയമത്തിലെ ദൈവം കരുണയുള്ള ദൈവമാണ്, നമുക്ക് അതിയാനെ മതി. 2, 3, പൗലോസ് യേശുവിനേക്കാൾ വലിയവനാണ്. കാര്യം യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അഭിഷേകം നടന്നിരുന്നില്ല. അഭിഷേകവുമായിട്ട് വന്നത് പൗലോസാണ് കൂടുതൽ ഉപദേശങ്ങൾ എഴുതിയത്. അതുകൊണ്ട് യേശുവിനെ വിട്ടേക്ക്, പൗലോസിനെ പിടിച്ചാൽ മതി. യേശുവാണ് ന്യായപ്രമാണത്തിൽ നിന്ന് വള്ളി പുള്ളി മാറ്റി കിടന്ന് പറഞ്ഞതാ, പൗലോസ് അത് പറഞ്ഞിട്ടില്ല. പൗലോസാണ് വലിയ ദൈവം, യേശു അല്ല. 4, യാതൊരു പ്രവൃത്തികളും ഇനി ബാധകമല്ല. 5, യേശു മടങ്ങി വരത്തില്ല. ഇവിടുന്ന് മരിക്കുന്നവർ അങ്ങോട്ട് പോവുകയുള്ളൂ. 6,
പുതിയ നിയമത്തിലെ 10 പുസ്തകങ്ങൾ മാത്രം അംഗീകരിച്ചാൽ മതി, വേറെ ഒന്നും അംഗീകരിക്കണ്ട. 7 വിട്ടുപോയി, ക്ഷമിക്കണം, 12 ഉപദേശങ്ങളാണ്. അത്യാവശ്യത്തിന് ഇന്ന് നമ്മൾ അറിയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഗ്രേസ് എന്ന പേരിൽ പിശാച് അടിച്ചിറക്കിയിരിക്കുന്ന പുത്തൻ സംവിധാനങ്ങൾ ഇത് തന്നെയാണ്, ഇതിന്റെ പുനരാവർത്തനം. ഇത് പല പ്രാവശ്യം സഭയിൽ കയറിക്കൂടി, പല പ്രാവശ്യം സഭയിൽ കയറിക്കൂടി. 1-ാം നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ടിൽ, 7-ാം നൂറ്റാണ്ടിൽ, 13-ാം നൂറ്റാണ്ടിൽ ഒക്കെ ഇത് കയറി വന്നു. മാർട്ടിൻ ലൂതർ നവീകരണവുമായി വന്നതോടെ ഇവന്മാരുടെ കോളിളക്കം വരുന്നു. ഇവരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, ഓ ഇവിടെ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇനി ഇപ്പോഴേ മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താൽ നീതീകരണം, അങ്ങനെയാണെങ്കിൽ പ്രവൃത്തി വേണ്ടേ വേണ്ട, വിശ്വാസത്താൽ നീതീകരണം മതി. ഞാൻ നിക്കോലാവോസിന്റെ കാര്യത്തിലോടൊന്ന് തിരിച്ചു പോയിക്കോട്ടെ. തീരെ വൃത്തികെട്ട കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ കേട്ടില്ല, പിന്നെ ആര് കേൾക്കാനായി? അവനെ കുറിച്ച് പറയുന്നത്, അവനിങ്ങനെ ഈ ഈ ഈ നശിച്ച ജീവിതത്തിലോട്ട് പോയി. അവന്റെ കൂടെ കുറെ ആളുകളും കൂടി. അവർ പറഞ്ഞു, ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. ആ നമ്മുടെ ഗ്രൂപ്പിനകത്തായിരിക്കണം, വെളിയിൽ പറഞ്ഞതില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഓരോ ദിവസവും ഓരോരുത്തൻ ഓരോ പുതിയ സ്ത്രീയുടെ കൂടെ അന്തി ഉറങ്ങും. എന്റെ ഭാര്യയെ നീ കൊണ്ടുപോകും, ഒരു വിരോധവും ഇല്ല, പക്ഷെ നിന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുപോകും. ഇങ്ങനെ അന്യോന്യം സ്ത്രീകളെ വെച്ചു മാറുന്ന അത്രയും അപരാധത്തിൽ ഇവൻ അകപ്പെട്ടു. പ്രവൃത്തി കാരണമല്ല, പ്രവൃത്തി വേണ്ട. പ്രവൃത്തി വേണ്ട എന്നുള്ളതിന്റെ വിശദീകരണത്തിലേക്ക് വന്നു. പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇത് ചെയ്തേച്ചു എന്നെ പ്രാർത്ഥിക്കാനാ, സഭാരാധനയ്ക്ക് പോകണ്ട, കൂട്ടായ്മ കൊണ്ട്, ഇതെല്ലാം പ്രവൃത്തിയാ. ഇതൊന്നും വേണ്ട. പ്രവൃത്തി അല്ലാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ, ദശാംശം കറക്റ്റ് കൊണ്ടുവരണം. അത് പ്രവൃത്തിയല്ല, അതിന് കിട്ടണം. ബാക്കി ഒന്നും വേണ്ട. ഇതിനകത്ത് ചേരാനാണോ ആളുകൾ മടിക്കുന്നത്? സകല ദോഷവും ചെയ്തുകൊണ്ട് ജഡീകരിച്ച അവന്റെ ഉപദേശത്തിൽ ഒന്ന് ഇതാണ്: യേശു ജഡത്തിൽ മരിച്ചു, ആത്മാവിൽ ഉയർത്തു. അതുകൊണ്ട് ഇന്ന് മുതൽ ജഡത്തിനുള്ള യേശു കണക്കിടത്തില്ല, ആത്മാവ് ശുദ്ധമാണ്. ഒരു ഉപദേശമാണ്, നിക്കലോവിന്റെ ഉപദേശം എന്താണ്? യേശു ജഡത്തിൽ മരിച്ചു, ആത്മാവിൽ ഉയർത്തു. അപ്പൊ ഇന്ന് യേശു കണക്കിടുകയാണെങ്കിൽ ആത്മാവിൽ എന്നെ ഉണ്ടെന്നേ നോക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പുറമേ ഒന്നും ആരും നോക്കേണ്ടത് അഹം നല്ലാണെന്ന്. നമ്മൾ കേട്ടോണ്ടിരിക്കുന്നതും കണ്ടോണ്ടിരിക്കുന്നതുമായ നിക്കലോവിയന്റെ കാര്യമായി പറയുന്നു. ഈ ഉപദേശം പിടിക്കുന്നവർ നിനക്കകത്തുണ്ട്. ഞാൻ എന്റെ വായിലെ വാളുകൊണ്ട് പോരാടും, നോയിക്കോളാൻ യേശു പറഞ്ഞു തുടങ്ങി. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് മാറട്ടെ. മാർട്ടിൻ ലൂതറിന്റെ കാലത്തായപ്പോൾ ഇവന്മാർ വീണ്ടും രംഗപ്രവേശനം ചെയ്തു. മാർട്ടിൻ ലൂതർ വരെ ആന്റി നോമിയൻസ് എന്ന പേരിൽ വിളിച്ചു. ആന്റി നോമിയൻസ് ഒരു ഗ്രീക്ക് വാക്കാണ്. ആന്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എതിരെ, നോമിയൻസ് എന്ന് പറഞ്ഞാൽ നോംസ് അനുസരിക്കുന്നവർ, നിയമം അനുസരിക്കുന്നവർ. പണ്ട് യേശു പറഞ്ഞില്ല, നിയമലംഘികളെ, അതേ പദമാണ് നിയമലംഘികൾ എന്ന് അദ്ദേഹം ഇവർക്ക് പേരിട്ടു. നിങ്ങൾക്ക് പണ്ട് പോളിക്കർപ്പെട്ടിരിക്കുന്ന പേര് സാത്താന്റെ ആദ്യജാതന്മാരെന്നാണ്. സഭയുടെ പരിധിയിൽ കാണരുത് എന്ന് പറഞ്ഞ് അവരെ മാർട്ടിൻ ലൂതർ പുറത്താക്കി. ഇന്ന് വീണ്ടും ഇത് രംഗപ്രവേശനം ചെയ്യും. ഇത് രംഗപ്രവേശനം ചെയ്യുന്നത് കൊണ്ട് ന്യായപ്രമാണം എന്ത് എന്ന് ഒന്ന് തൊട്ടേച്ച് ഞാൻ പ്രാർത്ഥിക്കണം. ന്യായപ്രമാണം എന്ത്, അതിലെ ഏതൊക്കെ മാറി? ഇസ് ഇറ്റ് ഓക്കെ? എന്റെ സ്പീഡ് കുഴപ്പമില്ലല്ലോ. പഴയ നിയമത്തെ മൊത്തത്തിൽ ന്യായപ്രമാണം എന്ന് വിളിക്കുന്ന ഒരു പതിവുണ്ട്. അതല്ല ന്യായപ്രമാണം. സത്യത്തിൽ മോശയുടെ 5 പുസ്തകമേ ഉള്ളൂ. അതാണ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തെ മൂന്നായി തരംതിരിക്കും. ഒന്ന്, അതിനകത്തെ മോറൽ കമാൻഡ്മെന്റ്സ്, സാൻമാർഗികമായ കൽപ്പനകൾ. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസത്യം ചെയ്യരുത്, സഹോദരന്റെ മോഹിക്കരുത്, മോഷ്ടിക്കരുത് എന്നിങ്ങനെയുള്ള 10 കൽപ്പനകൾ ഉൾപ്പെടുന്ന മോറൽ കമാൻഡ്മെന്റ്സ്. 2, സോഷ്യൽ കമാൻഡ്മെന്റ്സ്, സിവിൽ ലോ. എന്തുവാ? കൈക്കൂലി വാങ്ങി ന്യായം മറിക്കരുത്, സാധുവിന്റെ വസ്തു എടുത്ത് വലിയവന് കൊടുക്കരുത്, കൈക്കൂലി കൊണ്ട് നിന്റെ കണ്ണ് കുരുടാകരുത്, കുരുടനെ വഴി തെറ്റിക്കരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് അന്യായം കാണിക്കരുത്, നിന്റെ സഹോദരന്റെ കഴുതയോ കാളയോ വഴിതെറ്റി പോകുന്നത് കണ്ടാൽ അതിനെ സഹായിക്കാൻ ശ്രമിക്കണം. നീ താമസിക്കുന്ന ഇടത്ത് വിസർജനത്തിന് വേണ്ടി പോകുമ്പോൾ ഹൈജീൻ സൂക്ഷിക്കണം. ഒരു കുഴി കുഴിച്ച് വേണം പോകാൻ, വഴിയിലെ ഇട്ടേച്ച് പോകല്ലേ. ഇങ്ങനെ ഹൈജീനിക് ലോ, സോഷ്യൽ ലോ, സിവിൽ ലോ, ഇതാണ് മോശയുടെ നിയമത്തിന്റെ 2ാം ഭാഗം. മോശയുടെ നിയമത്തിന്റെ 3ാം ഭാഗം സെറിമോണിയൽ ലോ. കാൽവറിയിൽ യേശു ക്രൂശിക്കപ്പെടുന്നത് വരെ സഭയുടെ മേൽ, യഹൂദ സഭയുടെ മേൽ അന്ന് ചുമത്തിയിരുന്ന യാഗങ്ങൾ, പൗരോഹിത്യ പ്രമാണങ്ങൾ, ആരാധനാക്രമങ്ങൾ, മൃഗബലികൾ എന്നിവ യേശുവിന്റെ കാൽവറിയെ കുറിക്കുന്നതാണ്. അത് ചെയ്യാനുള്ളതായ സെറിമോണിയൽ ലോ. ഇതിനകത്ത് സെറിമോണിയൽ ലോ യേശു കാൽവറിയിൽ നിവർത്തിച്ചു.
എഫെസ്യ ലേഖനത്തിൽ ന്യായപ്രമാണം മാറിപ്പോയി എന്ന് പറയുന്നു. പക്ഷേ എഫെസ്യ ലേഖനത്തിന്റെ പ്രതിപാദ്യം എന്തുവാ? പരിച്ഛേദന. അതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞത് മാറിപ്പോയി എന്ന്. ന്യായപ്രമാണം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചെങ്കിലും പരിച്ഛേദനയെ കുറിച്ചാണ് എഫെസ്യ ലേഖനത്തിന്റെ ഗലാത്യ ലേഖനത്തിന്റെ പ്രതിപാദ്യം. അതാ ഈ സെറിമോണിയൽ ലോ എടുത്തു മാറ്റി ബാക്കി നിയമങ്ങൾ നിലവിലുണ്ട്. ന്യായപ്രമാണം ഇനി വേണ്ട എന്ന് പറയുന്നവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. യേശു മരിക്കുന്നതിന്റെ അന്ന് വരെ കൊലപാതകം തെറ്റായിരുന്നു, കൊല ചെയ്യുന്നുള്ള കൽപ്പനയും യേശു മരിച്ചവരെ എടുത്ത് കളഞ്ഞോട് വന്നു. അന്ന് മുതൽ കൊല ചെയ്യാവുന്നതാണോ? അന്ന് മുതൽ വ്യഭിചാരം ചെയ്യാവുന്നതാണോ? അന്ന് മുതൽ മോഷ്ടിക്കാവുന്നതാണോ? ആരോടായി സംസാരിക്കുന്നത്? സെറിമോണിയൽ ലോ മാത്രമേ മാറിയിട്ടുള്ളൂ, ബാക്കി ഒന്നും മാറിയിട്ടില്ല. ബാക്കിയുള്ളത് പാലിക്കാത്തവനോടാണ് യേശു പറഞ്ഞത്, നിയമലംഘിയേ, ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല, എന്നെ വിട്ടുപോ. ഇന്ന് ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കുവാൻ നമുക്കൊന്ന് ഏൽപ്പിക്കപ്പെടാം. ഇനി ന്യായപ്രമാണത്തിന് ഒരു പരിമിതിയുണ്ട്, അതിന് രക്ഷിക്കാൻ ഒക്കത്തില്ല. ഈ പഴയ നിയമത്തിൽ ന്യായപ്രമാണം ആരെയും രക്ഷിച്ചിട്ടില്ല. അബ്രഹാം എങ്ങനെ രക്ഷ പ്രാപിച്ചത്? വിശ്വാസത്താൽ. നോഹ എങ്ങനെ രക്ഷ പ്രാപിച്ചത്? വിശ്വാസത്താൽ. ഇസഹാക്ക് എങ്ങനെ രക്ഷ പ്രാപിച്ചത്? വിശ്വാസത്താൽ. പഴയ നിയമത്തിന് ആരെയും രക്ഷിക്കാൻ ഒത്തിട്ടില്ല, ഇനി ഒക്കത്തില്ല. അതിന്റെ അർത്ഥം പഴയ നിയമം പോയെന്നല്ല, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പിതാവിന്റെ ഇഷ്ടമാണത്. ന്യായപ്രമാണത്തിന് രക്ഷിക്കാൻ ഒക്കത്തില്ല, പക്ഷെ ന്യായപ്രമാണം അറിഞ്ഞാൽ രക്ഷിക്കപ്പെടേണ്ടത്. വണ്ടിയിൽ ഇരുന്ന് കാർ ഓടിക്കുന്ന നിങ്ങളുടെയൊക്കെ കയ്യിൽ GPS ഉണ്ട് മിക്കവരുടെയും കയ്യിൽ. പണ്ട് ഞങ്ങൾ മാപ്പ് ഉപയോഗിക്കുമായിരുന്നു, ഞാൻ ഇപ്പോഴും ഉപയോഗിക്കും. മാപ്പ് എന്നെ എങ്ങും എത്തിക്കത്തില്ല, കാർ ഓടിച്ചേ എത്തുള്ളൂ. പക്ഷെ മാപ്പ് നോക്കി ഓടിക്കാൻ ഒക്കുള്ളൂ. നിങ്ങൾക്ക് GPS നോക്കി ഓടിക്കാൻ പറ്റും. GPS നിങ്ങളെ എങ്ങും എത്തിക്കത്തില്ല, പക്ഷെ GPS നിങ്ങളെ ഗൈഡ് ചെയ്യും. ന്യായപ്രമാണം ആരെയും പൂർണ്ണതയിൽ കൊണ്ടുവരത്തില്ല, പക്ഷെ ന്യായപ്രമാണം വഴി പറഞ്ഞത്. ഓടേണ്ടത് ഞാനാ, ഓടേണ്ടത് നിങ്ങളാ. ഈ ന്യായപ്രമാണമാണ് ഗൈഡ് ലൈൻ. ഇത് തകിടം മറിച്ചാൽ, ദൈവവചനം തകിടം മറിച്ചാൽ അവിടെ കൊണ്ട് ആത്മീയനെ നശിപ്പിക്കാമെന്നതിനാൽ ഈ അന്ത്യകാലത്ത് നമ്മെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി പിശാച് പടച്ചുവിട്ട പലതിനെയും കണ്ടുണരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ. ന്യായപ്രമാണം നീങ്ങിപ്പോയിട്ടില്ല. ന്യായപ്രമാണത്തെ കുറിച്ച് റോമാലേഖനം പറയുന്നത് ന്യായപ്രമാണം നല്ലതാണ്, ന്യായപ്രമാണം ആത്മീകമാണ്, ന്യായപ്രമാണം ദൈവികമാണ്. ന്യായപ്രമാണത്തെ കുറിച്ച് യേശു പറയുന്നത് തിരുവെഴുത്തെന്ന, തിരുവെഴുത്തെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എഴുത്തെന്ന. ന്യായപ്രമാണത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് തിരുവെഴുത്തെന്ന. ഞാൻ ഒരു വഴിയും കൂടെ താഴോട്ട് ഇറങ്ങി വരാൻ പോകുകയാണ്. തീമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ കഴിയുന്ന തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിഞ്ഞിരിക്കയാൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ഒരു വ്യക്തിയെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ ന്യായപ്രമാണം പര്യാപ്തമാണ്. അവിടെ തിരുവെഴുത്തെന്ന് പറയുന്നത് മുഴുവനും പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെ കുറിച്ചാണ്. പ്രവാചക പുസ്തകങ്ങൾ ഉൾപ്പെടെ പഴയ നിയമത്തെ കുറിച്ച്. അന്ന് പുതിയ നിയമം ഇല്ല. AD 300 ചേർന്നാണ് പുതിയ നിയമം രംഗത്ത് വരുന്നത്. അതിന് മുമ്പേ ഉള്ള ബൈബിൾ എന്ന് പറയുന്നതും തിരുവെഴുത്തെന്ന് പറയുന്നതും പഴയ നിയമമാണ്. അതിനെ ആദിപിതാക്കൾ ആരാധിച്ചു, അംഗീകരിച്ചു. പിതാവാം ദൈവത്താൽ നൽകപ്പെട്ടത്, പുത്രൻ അംഗീകരിച്ചത്, അപ്പോസ്തലന്മാർ അംഗീകരിച്ചത് നിങ്ങളോട് വേണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നെ ഞാൻ നരകത്തിൽ കൊണ്ടുവന്നല്ലാതെ വേറെ ഒന്നുമില്ല. ന്യായപ്രമാണം നിത്യതയിൽ നിലനിൽക്കും. ന്യായവിസ്താര സഭയിരുന്നു, പുസ്തകങ്ങൾ തുറന്നു. ന്യായപ്രമാണം ഉള്ളവരെ ന്യായപ്രമാണത്താൽ ന്യായം വിധിച്ചു, സുവിശേഷമുള്ളവരെ സുവിശേഷത്താൽ ന്യായം വിധിച്ചു, രണ്ടുമില്ലാത്തവരെ മനസാക്ഷിയാൽ ന്യായം വിധിച്ചു. ന്യായപ്രമാണം അന്ത്യം വരെ, വരുംകാല നിത്യത വരെയും ഉണ്ട്. യഹോവേ, അങ്ങയുടെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്യാൻ കർത്താവേ. ഒന്ന്, ഞാൻ ദൈവവചനം പ്രമാണിക്കും. രണ്ട്, ആ നിൽക്കുന്ന ലൂസിഫറിനെ കീഴമർത്തുവാൻ എന്റെ പേരിൽ ഞാൻ ഒരു അഭിഷേകം ഏറ്റെടുക്കും. ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടിയാണ് ദൈവം ഈ രാത്രിയിൽ ചിലരുടെ അഭിഷേകം ചെയ്യാൻ പോകും. ഈ രാത്രിയിൽ ദൈവം ചിലരുടെ അഭിഷേകം ചെയ്യാൻ പോകും. ഇന്ന് രാത്രിയിൽ ചിലരുടെ വളർത്താൻ പോകും. ദിവസം പറഞ്ഞാൽ കേരളത്തിൽ ഈ സമയത്ത് കുറവുണ്ട്, ഇന്നുണ്ട്. കേരളത്തിൽ തന്നെയല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ. ഞാൻ ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്കിന്റെ ഒരു മെമ്പറാണ്. അതിന്റെ മെമ്പർ ആകാനുള്ള കാരണം 1,00,000-ലധികം ആളുകളെ സ്നാനപ്പെടുത്തിയവർക്ക് മാത്രമേ അവർ ആ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ. അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കയറാൻ ഒക്കത്തില്ല. അവർ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നെങ്കിലേ പോകത്തുള്ളൂ. അത് ഒട്ട്ലി ഓൺ ഇൻവിറ്റേഷൻ. എനിക്കൊന്ന് ഈ വർഷം ടീമിനും കൂടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയേക്കും. അതൊഴിച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ 2 പേരേ ഉള്ളൂ എൻ്റെ മെമ്പേഴ്സ്. ഈ വർഷം ടീമിനും കൂടെ ഒന്ന് കിട്ടിയേക്കും ഓൺ എ ഡിഫറെൻറ്റ് കോൺടെസ്റ്റ്. കാര്യം ഇന്ത്യയിൽ നിന്ന് മെമ്പേഴ്സ് തീരെ ഇല്ലാത്തത് കൊണ്ട് ഉള്ളതിൽ നല്ലതിനെ എടുക്കുക, ആ ഒരു ആശയത്തിൽ.
ഞാൻ 1,00,000 ആളുകളെ സ്നാനപ്പെടുത്തിയതിൻ്റെ രേഖ അവരുടെ കൊണ്ടത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ അവരെന്നോട് വന്ന് പറഞ്ഞത് അവരുടെ ഇൻഫർമേഷൻ അനുസരിച്ച് ഗുജറാത്ത് ഒറ്റ സ്റ്റേറ്റിൽ നിന്ന് 1,00,000 കൂടുതൽ സ്നാനം നടന്നിട്ടുണ്ട്. സത്യമാണ്. ഞാൻ ഗുജറാത്തിലെ ചരിത്രം എന്ന് പറഞ്ഞു. എനിക്കൊരു കൺവെൻഷന് വേണ്ടി എന്നെ ഗുജറാത്തിൽ വിളിച്ചു. ഒരു പാവം പിടിച്ച പാസ്റ്ററുടെ വീട്ടിൽ ഒരു റൂമിനകത്ത് താമസിച്ചുകൊണ്ട് അവിടെ ഒരു കൺവെൻഷൻ അവസാനിക്കണം. അതിനാണ് പോയത്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഹോട്ടലും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അദ്ദേഹത്തിൻ്റെ 2 റൂമാണ് അവർക്ക് ആകെയുള്ളത്. അതിനകത്ത് രണ്ട് പിള്ളേരും ഭാര്യയും ഭർത്താവും കൂടെ താമസിച്ചത്. ഒരു മുറി താമസിച്ചത്, ഒരു മുറി എനിക്ക് വിട്ടത്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ എപ്പോഴും കയറി വരും. ദാറ്റ്സ് ഫൈൻ. എനിക്കതിനകത്ത് ഒരു പ്രയാസമില്ല. അവിടെ ആ വീട്ടിൽ വന്നൊരു ഞാൻ അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ തോന്നുന്നു ഒരു വാക്യം എന്നോടങ്ങ് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നാൽ വീടായി മാറിപ്പോകാതെ നിങ്ങളെ ഒരു വീട്ടിൽ പാർത്ത് ഒറ്റ വീട്ടിൽ പാർക്കണം. അവർ തരുന്നത് ഭക്ഷിച്ച് അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കണം. ഞാൻ പറഞ്ഞ ഈ പട്ടണത്തിൽ ഈ ഒറ്റ വീട്ടിൽ താമസിച്ചു. ഇവർ തരുന്നത് മൊത്തം തിന്നോളാം. പക്ഷെ രോഗികളെ സൗഖ്യമാക്കാൻ എന്നെ കൊണ്ട് മുടക്കില്ല. തമ്പുരാനോടെ വരാതെ ഒക്കത്തില്ല. ചെയ്തു തന്നെ. കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ പാസ്റ്ററുടെ വീട്ടിൽ വീട് തൂക്കുന്ന ഒരു വേലക്കാരത്തി വന്നു. ആ വേലക്കാരത്തോട് പറഞ്ഞാൽ അതിനകത്ത് വലിയ ദേവദാസനുണ്ട്, അദ്ദേഹത്തിന് ഇവിടെ ഇറക്കി വെച്ച ഒക്കത്തുള്ള പറഞ്ഞതിൻ്റെ വന്ന് പാസ്റ്റർ തൂത്തോട്ടെ എന്ന് പറഞ്ഞു ഇറക്കി. ഞാനിങ്ങനെ ഇറങ്ങി. അവർ തൂത്ത് കഴിഞ്ഞപ്പോൾ കയറിക്കൊള്ളാൻ പറഞ്ഞു. ആ വേലക്കാരത്തി അവിടെ വന്ന് ചോദിച്ചു, ഇത് എന്തിനു വന്നതാണ്? ഞങ്ങളിവിടെ ഒരു ക്രൂസൈഡ് നടത്തുന്നുണ്ട്, അതിന് പ്രസംഗിക്കാൻ വന്നു. ആ രോഗശാന്തി ഉണ്ടെന്ന് പറഞ്ഞ ആളാണോ? പുള്ളി പറഞ്ഞ അതെ, അത് തന്നെയാണ്. അവർ തൂത്തച്ചെന്ന് പോയി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെവി കേൾക്കാത്ത 2 പിള്ളേരും കൊണ്ട് വന്നിരിക്കുന്ന അവരുടെ 2 കുഞ്ഞുങ്ങളെ ചെവി കേൾക്കുന്നതാണ് സുഖമാക്കി കൊടുക്കാൻ പറഞ്ഞു. തമ്പുരാനെ, ഇത് എന്നെ കൊണ്ട് ഒക്കുന്ന പണിയല്ല, തന്നത് വഴി ഞാൻ തിന്നു. ഇത് ചെയ്യുന്നത് എന്നെ കൊണ്ടൊക്കത്തില്ല, അങ്ങേ കൊണ്ടേ ഒക്കത്തുള്ളൂ. പക്ഷേ രോഗശാന്തിക്ക് നോട്ടീസ് അടിച്ച് അവിടെ ചെന്ന് തിന്നും കഴിഞ്ഞിട്ട് ഇനി പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയാൻ നോക്കുകയല്ലോ. അതുകൊണ്ട് ഒത്തേലോ തിന്നലില്ല. കൈ അങ്ങോട്ട് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങോട്ടും പിള്ളേരുടെ 2ൻ്റെയും ചെവി എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ എങ്ങനെയായാലും പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 3000 ആളുകൾ കൂടുതൽ വന്നു. രോഗികൾ സൗഖ്യമായൊരു കണക്കില്ല. 2ാമത്തെ രാത്രിയിൽ ഒരു 10,000 പേരെങ്കിലും കൂടുതൽ വന്നു. കേട്ടോ? സ്റ്റേജ് ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ സ്റ്റേജിന്റെ തൊട്ട് മുന്നിൽ മുള കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിലിൽ ഒരു അപ്പച്ചനെ പുതപ്പിച്ചുകൊണ്ട് കിടത്തിയിരിക്കുന്നു. ദൈവത്തോട് ഞാൻ ആദ്യം പോയി അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചേക്ക് വന്ന് പ്രസംഗിക്കാൻ പോകും. ഞാൻ പ്രസംഗം നിർത്തിയേച്ച് താഴെ ഇറങ്ങി വന്നു. അപ്പച്ചനോട് ഹിന്ദി ചോദിച്ചു. എനിക്ക് അറിയാവുന്ന ഹിന്ദി, എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല. അറിയാവുന്ന ഹിന്ദിയിൽ അപ്പച്ചനോട് എന്നാ കുഴപ്പമെന്ന് ആ പുള്ളിക്കാരനോട് ഗുജറാത്തിൽ ഏതാണ്ട് പറഞ്ഞ് എനിക്കും അറിയത്തില്ല. 2 ഞാൻ തലയോട്ട് കഴിച്ച് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇയാൾ കൈയൊക്കെ അനക്കുന്നവരുണ്ട്. ഗുജറാത്തി അറിയാവുന്ന കുറെ പാസ്റ്റേഴ്സ് അടുത്തുകൂടി ഈ പുള്ളിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക. ഈ പുള്ളി കടുംപിടുത്തം പിടിക്കുകയാണ്, എഴുന്നേക്കത്തില്ല. സംഭവം ഇയാൾക്ക് വസ്ത്രമൊന്നും ഇല്ല. ഈ ഒരു പുതപ്പ് കൊണ്ട് പുതപ്പിച്ചിട്ടിരിക്കുക, അത്ര ഒന്നും ഇല്ല. അതായി പുള്ളി എഴുന്നേക്കാത്തത്. ഈ പുതപ്പ് ഇയാളെ ചുറ്റി പിടിപ്പിച്ച് അവർ സ്റ്റേജിൽ കൊണ്ടുവന്ന് സാക്ഷി പറയിപ്പിച്ചു. തർജ്ജമ ചെയ്തവർ എനിക്ക് കിട്ടി. കേട്ടോണേ, 20 വർഷമായി തളർവാദ രോഗം വന്ന് വീട്ടിൽ കിടക്കുക. ഇവിടെ വഴക്കുണ്ടാക്കാൻ വേണ്ടി കുറെ ആൾമാർ വന്ന് എന്നെ കട്ടിലോടെ നോക്കിയതാണ്. എന്നെ കൊടുത്തയക്കാതെ എൻ്റെ ഭാര്യയും മക്കളും കൂടെ കഥ കടച്ചു പിടിച്ചിട്ട് അവരെ തള്ളിയേച്ച് ഇവൻ എന്നെ ഇവിടെ കൊണ്ടിട്ടതാണ്. ഈ ചോക്കര എന്നെ വിളിച്ച് നടന്നു. അപ്പത്തിന് ഒത്തിരി പ്രായമുണ്ടായിരുന്നു, എനിക്ക് പ്രായക്കുറവായി. കൊച്ചനെ ഈ ചോക്കര എന്നെ എഴുന്നേൽപ്പിച്ചതാണ്. എന്താ എന്നെ ചോക്കര അല്ല എഴുന്നേൽപ്പിച്ചത്, യേശുവാണെന്ന് പറഞ്ഞു പിടിപ്പിക്കാൻ ഞാൻ എത്ര നേരം എടുത്തു. അപ്പച്ചൻ പറയുന്നത് ഞാൻ കണ്ടാണ്, നീ തന്നെയാണ് ചോക്കരയാണ് എന്നെ എഴുന്നേൽപ്പിച്ചു വിട്ടത്. അതിൻ്റെ പിറ്റേ ദിവസം കൂടി ആളെണ്ണാൻ ആരെ കൊണ്ട് ഒത്തിട്ടില്ല. ആ ഒരൊറ്റ കൺവെൻഷന്റെ റിസൾട്ട് ഒരു 2 വർഷം കൊണ്ട് സ്നാനം നടന്നത് 1,00,000 മേളിലാണ്. ദൈവത്തിൽ ചെയ്യാൻ തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെന്നാൽ ഒരു വീട്ടിൽ താമസിക്കുക. വീടുകളിലോ മാറരുത്. അവരെന്നാ തന്നാലും തിന്നോണം. അവിടെയുള്ള രോഗികളെ സൗഖ്യമാണ്. ഞാൻ ഒന്നോട് പറയാം, നമ്മളെ കൊണ്ട് ഒക്കുന്നത് ചെയ്തു കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ടത് ചില അകത്തോട്ട് ഇതുകൊണ്ടായിരിക്കുന്ന ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്കിൽ മെമ്പർഷിപ്പ് ഉള്ളത്. അതെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടി വരും. അതിനകത്ത് പ്രശ്നമില്ല കേട്ടോ. എല്ലാവരും 114 പേരേ ഉള്ളൂ. 114 പേര്. ഈ വർഷം 4-5 പേരെ കൂടെ കൂടുതൽ എടുത്തിരുന്നു. അതിനകത്ത് പാസ്റ്റേഴ്സ് യോമിച്ചവരിൽ ഒരാളാണ്, കോങ്കി അതിൽ വേറൊരാളാണ്. യോമിച്ചവരുടെ 2 അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് അതിന്റെ മെമ്പേഴ്സാണ്. 45,000 മെമ്പേഴ്സ് എങ്കിലുമുള്ള ചർച്ചസിന്റെ സീനിയർ പാസ്റ്റേഴ്സ്. 1,00,000-ലധികം ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ്. ഇവരെല്ലാം കൂടെ കൂടുന്നതാണ്. പ്രസംഗമൊന്നും ഇല്ല, അന്യോന്യം സാക്ഷി പറയുക, അന്യോന്യം പ്രാർത്ഥിക്കുക. ഇതാ 3 ദിവസം. ഇന്ന് ഇതിനകത്തിരിക്കുന്നതിൽ ചിലതിന്റെ മേൽ ഒരു വിളിയുണ്ട്. ഇന്ന്
ഇതിനകത്തിരിക്കുന്നത് ചിലതിന്റെ റിഫ്രഷ്മെന്റ് ആണ്. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ പകർച്ച നടക്കും. ഇന്ന് നടക്കും. രോഗികൾ സൗഖ്യമാകും. ഇന്ന് വിടുതൽ നടക്കും. ചിലതിന്റെ ബന്ധനങ്ങൾ പോകും. ഇന്ന് രാത്രിയിൽ ദൈവം ചെയ്യേണ്ടത് ആമേൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവേ വെളിപ്പാടൊന്നും പറയല്ല. എൻ്റെ അഭിപ്രായം 2-3 ഗ്രൂപ്പുകൾ കണ്ടേക്കാം. ഒന്ന്, ഇന്ന് നടക്കുന്ന നല്ല മെസ്സേജ് കേൾക്കാൻ വേണ്ടി വന്നു. നിങ്ങൾ നിശ്ചയമായിട്ടും കേൾക്കും. അല്ലേ അത്ര മെസ്സേജ് ഉള്ളൂ, അത് കേൾക്കും. അവരോട് എനിക്കൊന്നും ചെയ്യാനില്ല. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ്, ഒരു ഡെലിവറൻസിന് വേണ്ടി, ഒരു രോഗശാന്തിയും ജീവിതത്തിൽ ഒരു വിടുതലോ ലഭിക്കാൻ വേണ്ടി വന്നവരെ, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിനടുത്തത് ഒരഭിഷേകത്തിന്റെ കൈമാറ്റം. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി യേശുവേ, അടിയങ്ങൾ എന്ത് ചെയ്യണമെന്ന് തുടർന്ന് പറയണേ. ഇവിടെ മുതൽ പ്രത്യേകമായ ടേക്ക് ഓവർ ചെയ്യണേ. ഈ പട്ടണത്തിന്റെ മുകളിലൂടെ, ഈ ജനത്തിന്റെ മുകളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഈ അന്തരീക്ഷത്തിന്റെ മുകളിലുള്ള ശക്തികളോട് യേശുക്രിസ്തുവിന്റെ അധികാരത്തിൽ ഇടിത്തി വീഴുന്നത് പോലെ രണ്ടു ദാവൂദ് വരുന്ന വരവ് സാധാരണ ശക്തിയൊന്നുമല്ല, ദൈവശക്തി.